ഗോൾവാൾക്കറെ സൂചിപ്പിക്കുമ്പോൾ ഗുരുജി ഗോൾവാൾക്കർ എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. ആദ്യത്തെ കാര്യം, അദ്ദേഹം ഒരു കാലത്തും ഗുരുജിയായിരുന്നിട്ടില്ല. പഠിക്കുന്ന കാലത്ത് ഈ മുടിയും താടിയൊക്കെ നീട്ടിയിട്ടായിരുന്നു. അന്ന് അദ്ദേഹത്തെ ക്ലാസ്സിലെ കുട്ടികൾ കളിയാക്കി വിളിച്ചിരുന്നൊരു പേരാണ് ഗുരുജി. പിന്നെ അദ്ദേഹം തന്നെ അത് സ്വയം സ്വീകരിക്കുക ചെയ്തത്. ഞാനും മുടി നീട്ടിയിട്ടുണ്ട്, ഇനി ആരും ഗുരുജി എന്ന് വിളിക്കുന്നില്ലല്ലോ. നമ്മൾ നാരായണ ഗുരു എന്ന് വിളിക്കുന്നതിനൊരർത്ഥമുണ്ട്. അങ്ങനത്തെ ഒരർത്ഥവും ഈ ഗുരുജി ഗോൾവാൾക്കർക്കില്ല. കാവ്യവൽക്കരിക്കപ്പെടുന്ന ഇന്ത്യൻ സംസ്കാരം എന്ന വിഷയമാണ്. ആ തലക്കെട്ടിൽ നിന്നാണ് എനിക്ക് ഇന്ന് സംസാരിക്കാനുള്ള ചില കാര്യങ്ങൾ ഉരുത്തിരിഞ്ഞ് കിട്ടിയത്. അതിൽ 3 വാക്കുകൾ പ്രധാനമാണ് എന്നെനിക്ക് തോന്നുന്നു. ഒന്ന്, ഇന്ത്യൻ സംസ്കാരം എന്ന വാക്ക്. മറ്റൊന്ന്, പെടുക എന്ന വാക്ക്. മൂന്നാമത്, കാവ്യവൽക്കരണം എന്ന വാക്ക്. ഈ 3 വാക്കും ആഴത്തിൽ വിശകലനം ചെയ്യപ്പെടേണ്ടതാണ് എന്നെനിക്ക് തോന്നുന്നു. കാവി എന്നതുകൊണ്ട് നാം എന്താണ് ഉദ്ദേശിക്കുന്നത് എന്ന് നമുക്കറിയാം. ഇന്ത്യയിൽ കഴിഞ്ഞ ഒരു നൂറ്റാണ്ടായി അതിശക്തമായി പ്രവർത്തിക്കുന്ന ഒരു രാഷ്ട്രീയ പ്രത്യയശാസ്ത്രമാണ് ഹിന്ദുത്വം. ആ ഹിന്ദുത്വത്തെ സൂചിപ്പിക്കാനാണ് സാഫ്രൺ അല്ലെങ്കിൽ കാവി എന്ന വാക്ക് നാം പൊതുവെ ഉപയോഗിച്ചു വരുന്നത്. സാഫ്രണൈസേഷൻ എന്ന വാക്കിൻ്റെ മലയാളമാണ് കാവ്യവൽക്കരണം എന്ന്. തീർച്ചയായും ഹിന്ദുത്വം എന്ന് പറയുന്ന ഒരാശയത്തെ എങ്ങനെയാണ് നാം മനസ്സിലാക്കേണ്ടത് എന്ന ചോദ്യം വളരെ പ്രധാനമാണ്. കാരണം പലപ്പോഴും ഹിന്ദുത്വം എന്നതിനെ ഹിന്ദു എന്ന് പറയുന്ന മതവും അതിലെ വിശ്വാസികളുമൊക്കെ അടങ്ങുന്ന ഒരു സമൂഹമായി തുല്യതപ്പെടുത്തിക്കൊണ്ടാണ് നമ്മുടെ പൊതുബോധത്തിൽ അത് പ്രവർത്തിക്കുന്നത്. അതുതന്നെയാണ് ഹിന്ദുത്വ രാഷ്ട്രീയത്തിൻ്റെ ശക്തി എന്ന് നമുക്ക് അറിയാം. ആ വസ്തുതയിലേക്ക് ഞാൻ പിന്നീട് വരാം. അതുകൊണ്ട് ഹിന്ദുത്വം എന്നാൽ എന്താണ് എന്ന് എനിക്ക് ഈ പ്രഭാഷണത്തിനിടയിൽ അല്പം വിശദീകരിക്കേണ്ടി വരും. മറ്റൊന്ന്, ഇതിനകത്ത് വരുന്ന 2 ക്രിയകളാണ്. ഒന്ന് കരണവും ഒന്ന് പെടലും. കരണം എന്ന് പറഞ്ഞാൽ ബോധപൂർവം ചെയ്യലാണ്. പെടൽ എന്ന് പറഞ്ഞാൽ അത് പോയി വീഴലാണ്. ഒന്ന് ബോധപൂർവമായ പ്രവൃത്തിയാണെങ്കിൽ മറ്റൊന്ന് അബോധപൂർവമായ ഒരു പ്രവൃത്തിയാണ്. അതുകൊണ്ട് കരണവും പെടലും വിശദീകരിക്കേണ്ടതുണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നു. മൂന്നാമത്തെ കാര്യം സംസ്കാരം എന്നതാണ്. തീർച്ചയായിട്ടും ഇന്ത്യൻ സംസ്കാരം എന്ന് അതിനൊരു വിശേഷണം ചേർത്തിട്ടുണ്ട്. എന്താണ് കൾച്ചർ എന്നത് സ്വാഭാവികമായും വിശദീകരിക്കേണ്ടതാണ്. ഇതിനെ പൂർണ്ണമായും ഈ ചെറിയ സമയം കൊണ്ട് ഈ 3 കാര്യങ്ങളും വേണ്ടതുപോലെ പറയാൻ സാധിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. എങ്കിലും സംസ്കാരത്തെക്കുറിച്ച് അറിയാൻ നിങ്ങൾക്കാർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ വായിക്കേണ്ട ഒരു പുസ്തകം റെയ്മണ്ട് വില്യംസിൻ്റെ മാർക്സിസം ആൻഡ് ലിറ്ററേച്ചർ എന്ന് പറയുന്നൊരു പുസ്തകം ആണ്. റെയ്മണ്ട് വില്യംസ് ഒരു ബ്രിട്ടീഷ് മാർക്സിസ്റ്റാണ്. അദ്ദേഹം വളരെ ഗഹനമായി സംസ്കാരത്തെക്കുറിച്ച് പഠിച്ചിട്ടുണ്ട്. ഞങ്ങൾ സർവകലാശാലയിലെ ഗവേഷണ വിദ്യാർത്ഥികളോട് പറയുന്ന ഒരു കാര്യം, നാം ഗവേഷണത്തിന് തിരഞ്ഞെടുക്കുന്ന ഒരു വിഷയത്തിനകത്ത് താക്കോൽ വാക്കുകൾ ഏതൊക്കെയാണ്, കീ വേർഡ്സ് ഏതൊക്കെയാണ് എന്ന് കണ്ടെത്താൻ അവരോട് പറയാറുണ്ട്. ആ അർത്ഥത്തിൽ സംസ്കാരം എന്നതൊരു താക്കോൽ വാക്കാണ് എന്ന് ഞാൻ നിങ്ങളെ അറിയിക്കാൻ ആഗ്രഹിക്കുന്നു. എന്താണ് താക്കോൽ വാക്ക് എന്ന് ചോദിച്ചാൽ, ആ വാക്കിനെ ചുറ്റിപ്പറ്റി ധാരാളം ആശയങ്ങൾ രൂപപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ടാവും. അങ്ങനെ രൂപപ്പെട്ട് കഴിഞ്ഞ പല ആശയങ്ങളും പല സങ്കല്പനങ്ങളും വന്ന് കൂടിക്കുഴഞ്ഞ ഒരു വാക്കിനെ
വളരെ സവിശേഷമായ അർത്ഥത്തോടു കൂടി നിങ്ങൾ ഉപയോഗിക്കുകയും അത് നിങ്ങളുടെ അന്വേഷണത്തിൻ്റെക്ക് നയിക്കുന്ന ഒരു സൂചകമായി തീരുകയും ചെയ്യുമ്പോഴാണ് ഒരു പദം, ഒരു സംജ്ഞ താക്കോൽ വാക്കായി മാറുന്നത്. അതാണ് കീ വേർഡ് എന്നതിൻ്റെ അർത്ഥം. കീ വേർഡ്സ് എന്നൊരു പുസ്തകവും റെയ്മണ്ട് വില്യംസ് തയ്യാറാക്കിയിട്ടുണ്ട്. അതൊരു ഡിക്ഷണറി പോലുള്ള പുസ്തകമാണ്. അതിൽ കൾച്ചർ എന്നൊരു വാക്കുണ്ട്. ആ കൾച്ചർ എന്നൊരു വാക്കിന് 1.5 പേജ് വരുന്നൊരു വിവരണം അദ്ദേഹം നൽകിയിട്ടുണ്ട്. ഞാൻ ഇത്രയും വിശദമായി പറഞ്ഞതിൻ്റെ അർത്ഥം, സംസ്കാരം എന്നതിന് ദൈനംദിന ജീവിതത്തിൽ നാം ധാരാളം അർത്ഥം കൊടുത്ത് ഉപയോഗിക്കാറുണ്ട്. നമ്മൾ പറയും സാധാരണ അവനൊരു സംസ്കാരമില്ലാത്ത മനുഷ്യനാണ് എന്ന് പറയാറുണ്ട്. മരിച്ചതിന് ശേഷം സംസ്കാരം വേഗം കഴിഞ്ഞു എന്ന് പറയാറുണ്ട്. അതുപോലെ അനിൽ ചേലേമ്പ്ര ഒരു സാംസ്കാരിക പ്രവർത്തകനാണ് എന്ന് പറയാറുണ്ട്. അങ്ങനെ ഈ സംസ്കാരം എന്നുള്ള വാക്ക് എവിടെയൊക്കെ ചേർത്ത് വെച്ചാണ് ഉപയോഗിക്കാറുള്ളത് എന്ന് നമ്മൾക്കറിയാം. വാസ്തവത്തിൽ അങ്ങനെ ഒരു അർത്ഥത്തിലല്ല സംസ്കാരം എന്ന വാക്കിനെ ഞാൻ ഉപയോഗിക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സംസ്കാരമില്ലാത്ത മനുഷ്യൻ എന്ന് പറഞ്ഞ അർത്ഥം, സംസ്കാരം നമ്മൾ വിദ്യാഭ്യാസത്തിലൂടെയും അതുപോലെ അഭിജാതമായ കുടുംബത്തിൽ ജനിച്ചതിൻ്റെ ഭാഗമായും ഒക്കെ നേടിയെടുക്കുന്നതാണ് സംസ്കാരം എന്ന് നമ്മൾ വിചാരിക്കാറുണ്ട്. അപ്പോൾ ഒരു എലീറ്റായ എന്ന് പറഞ്ഞാൽ സമൂഹത്തിലൊരു വരേണ്യ വിഭാഗത്തിനുള്ളതും അതിനപ്പുറമുള്ളവർക്കൊക്കെ ഇല്ലാത്തതുമായൊരു സാധനമാണ് സംസ്കാരം എന്നാണ്. ചിലർക്ക് സംസ്കാരമുണ്ട്, ചിലർക്ക് സംസ്കാരമില്ല എന്ന് പറഞ്ഞാൽ അർത്ഥം. ആ അർത്ഥത്തിലല്ല ഞാൻ ഈ വാക്ക് ഉപയോഗിക്കുന്നത്. സ്വാഭാവികമായിട്ടും മരിച്ചാൽ സംസ്കാരം വേഗം കഴിയും എന്ന് പറയുന്ന ആ സംസ്കാരവുമല്ല ഞാനിവിടെ ഉപയോഗിക്കുന്നത്. അതുപോലെ സാംസ്കാരിക പ്രവർത്തനം എന്ന് പറയുമ്പോൾ കല, സാഹിത്യം, അതുപോലുള്ള പ്രവർത്തനങ്ങൾ എന്ന് പറഞ്ഞാൽ ജീവിതം എന്ന് പറയുന്നൊരു കേക്കിൻ്റെ മുകളിൽ അതിനെ സുന്ദരമാക്കാൻ വേണ്ടി വയ്ക്കുന്ന ഒരു പൂവ് പോലെ നമ്മുടെ ജീവിതത്തെ സൗന്ദര്യവൽക്കരിക്കുന്ന കലയും സാഹിത്യവുമാണ് സംസ്കാരം. അതുകൊണ്ടാണ് സാംസ്കാരിക സന്ധ്യ, സാംസ്കാരിക പ്രഭാഷണം, സാംസ്കാരിക പരിപാടി എന്ന് പറഞ്ഞാൽ ഉടനെ ഡാൻസ്, പാട്ട്, പ്രസംഗം ഒക്കെയാണ് നമ്മൾ ധരിക്കുന്നു. അപ്പോൾ അത് ജീവിതമായിട്ട് ബന്ധമില്ല. രാവിലെ തൊട്ട് വൈകുന്നേരം വരെയുള്ള ജീവിതമൊക്കെ കഴിഞ്ഞാൽ സ്വസ്ഥായി വന്നിരുന്ന് കാണാനുള്ള, ഒഴിഞ്ഞിരുന്ന് കാണാനുള്ള, നമുക്ക് ആസ്വദിക്കാനുള്ള ജീവിതത്തിന് മേൽ വെച്ച ഒരലങ്കാരമാണ് സംസ്കാരം എന്ന അർത്ഥത്തിലുമല്ല ഞാൻ ആ വാക്ക് ഉപയോഗിക്കുന്നത്. മറിച്ച് റെയ്മണ്ട് വില്യംസ് സംസ്കാരത്തെ വിശദീകരിക്കുന്നത് കൾച്ചർ ഈസ് എവരിഡേനെസ് എന്നാണ് അദ്ദേഹം പറയുന്നത്. സംസ്കാരം എന്നാൽ ദൈനംദിനം തന്നെയാണ്. ദൈനംദിന ജീവിതത്തിൽ മനുഷ്യർ ചെയ്യുന്ന എല്ലാ പ്രവൃത്തികളും സംസ്കാരത്തിൻ്റെ ഭാഗമാണ്. അതുകൊണ്ട് നമ്മുടെ ദിനചര്യകൾ, നമ്മുടെ ആചാരവിശ്വാസങ്ങൾ, നമ്മുടെ തൊഴിലുകൾ, നമ്മുടെ കലകൾ, നമ്മുടെ ഭാഷ എല്ലാം സംസ്കാരത്തിൻ്റെ ഭാഗമാണ്. ഭക്ഷണം, വസ്ത്രം എല്ലാം. അതുകൊണ്ട് സംസ്കാരമില്ലാത്ത ആരുമില്ല. സംസ്കാരം ജീവിതത്തിൽ നിന്ന് അകന്നു നിൽക്കുന്ന ഒന്നല്ല. അത് സംസ്കാരമാണ്, എന്നാൽ ജീവിതം തന്നെയാണ് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത. ഈ സംസ്കാരത്തിലെ ഏറ്റവും മുഖ്യമായ ഒരു ഘടകം എന്ന് പറയുന്നത് ദി ഷെയർഡ് വാല്യൂസ് എന്ന് പറയും. പങ്കുവെക്കുന്ന ചില മൂല്യങ്ങൾ. പഴയ ഒരർത്ഥം ഉപയോഗിച്ച് പറഞ്ഞാൽ ഇപ്പോൾ ആ വാക്ക് വളരെയധികം ആൾക്കാർ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന വാക്കാണ് ധർമ്മം. സനാതന ധർമ്മമാണല്ലോ ഇപ്പോൾ നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. ധർമ്മം എന്ന വാക്ക് സംസ്കൃത വാക്കാണ്. അത് ബുദ്ധൻ വാസ്തവത്തിൽ ഉപയോഗിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ധമ്മ എന്നാണ്. അത് വാസ്തവത്തിൽ സംസ്കൃതം പ്രാകൃതത്തിൽ നിന്ന്, പാലിയിൽ നിന്ന് സ്വീകരിച്ച വാക്കാണ് ധമ്മ. ബുദ്ധധമ്മം എന്നാണ് ഈ ധർമ്മത്തെക്കുറിച്ച് ബുദ്ധൻ പറയാറുള്ളത്. പാലി ഗ്രന്ഥങ്ങളിൽ ധമ്മം എന്നാണ് വാക്ക്. ധർമ്മം എന്ന വാക്ക് ശരിക്കും സംസ്കൃതത്തിൽ നിന്ന് വരുന്ന അർത്ഥത്തിൽ നിന്നാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ധൃ എന്നൊരു ധാതുവിൽ നിന്നാണ് ധർമ്മം എന്ന വാക്ക് ഉണ്ടാവുന്നത്. ധൃ എന്ന് പറഞ്ഞാൽ നമ്മളെ ചേർത്ത് നിർത്തുന്നത് എന്നാണ് അർത്ഥം. നമ്മളെ ചേർത്ത് നിർത്തുന്നത് എന്താണോ അതാണ് ധർമ്മം. അതിനെയാണ് നമ്മൾ മൂല്യം, വാല്യൂ എന്ന് വിളിക്കുന്നത്. അതുകൊണ്ട് സംസ്കാരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം നമ്മളെല്ലാം ചേർത്ത് നിർത്തുന്ന ഈ മൂല്യം എന്ന് പറയുന്ന ഒന്നാണ്. ആ മൂല്യം ഓരോ കാലഘട്ടത്തിൽ ഓരോന്നാണ്. അതുകൊണ്ട് സനാതനധർമ്മം എന്ന് നമ്മൾ വിളിക്കുന്ന ആ സന്ദർഭത്തിൽ
സമൂഹത്തിൽ എല്ലാവരെയും ചേർത്ത് നിർത്തിയിരുന്ന എന്താണ്? വർണ്ണാശ്രമമാണ്. അതുകൊണ്ടാണ് സനാതനധർമ്മം വർണ്ണാശ്രമധർമ്മമാണ് എന്ന് പറയുന്നത്. വർണ്ണാശ്രമം എന്ന് പറഞ്ഞാൽ എന്താ? വർണ്ണാശ്രമം എന്ന് പറഞ്ഞാൽ ജാതിശ്രേണിയിൽ മുകളിൽ വരുന്നവർ, തൊട്ട് താഴെ വരുന്നവർ എന്നിങ്ങനെ അംബേദ്കർ പറയുന്ന ഈ ഗ്രേഡഡായ ഒരു സാമൂഹ്യ ഘടനയെയാണ് നമ്മൾ വർണ്ണാശ്രമം എന്ന് പറയുന്നത്. ബ്രാഹ്മണൻ, ക്ഷത്രിയൻ, വൈശ്യൻ, ശൂദ്രൻ എന്നും അവർണ വിഭാഗങ്ങൾ എന്നൊക്കെ പറയുന്ന മനുഷ്യരെ നമ്മളിങ്ങനെ ചിട്ടപ്പെടുത്തിയിട്ടുണ്ട്. അതിൽ ഓരോരുത്തരും മറ്റൊരു ജനവിഭാഗവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. ബ്രാഹ്മണർ ജീവിക്കുന്ന എന്തിനു വേണ്ടിയാണ്? ബ്രാഹ്മണർ ജീവിക്കുന്നത് മോക്ഷം കിട്ടാൻ വേണ്ടിയാണ്. അവരാണ് പ്രാർത്ഥിച്ച് മോക്ഷം കിട്ടാൻ പോകുന്ന ആളുകൾ. ബ്രാഹ്മണരെയും പശുക്കളെയും സംരക്ഷിക്കുകയാണ് ക്ഷത്രിയരുടെ ധർമ്മം. ക്ഷത്രിയർക്കും ബ്രാഹ്മണർക്കും വേണ്ട കാർഷിക വിഭവങ്ങളും മറ്റ് ആവശ്യങ്ങളും നിറവേറ്റിക്കൊടുക്കുകയാണ് വൈശ്യ സമൂഹത്തിൻ്റെ ജോലി. ഈ 3 വിഭാഗക്കാരുടെയും അടിമപ്പണിയെടുത്ത് ജീവിക്കലാണ് ശൂദ്രവിഭാഗത്തിൻ്റെ ജോലി. അങ്ങനെ ഈ 4 വിഭാഗങ്ങൾ പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നു. അങ്ങനെ പരസ്പരം അവരെ ചേർത്ത് നിർത്തുന്നത് മനു പറയുന്ന ഈ വർണ്ണാശ്രമമാണ്. അതുകൊണ്ട് ചേർത്ത് നിർത്തുന്നത് എന്താണോ അതാണ് ധർമ്മം. അതുകൊണ്ട് ഒരു ആധുനിക സമൂഹം എന്ന അർത്ഥത്തിൽ നാം പുരോഗമിച്ചു വരുന്ന സന്ദർഭത്തിൽ, അല്ലെങ്കിൽ അങ്ങനെ വരുന്നതിന് മുമ്പുള്ള സന്ദർഭത്തിൽ പ്രീ മോഡേൺ സൊസൈറ്റി എന്ന് നമ്മൾ പറയും. പ്രീ മോഡേൺ സൊസൈറ്റിയിൽ ഇന്ത്യൻ സമൂഹത്തിലെ മനുഷ്യരെ ചേർത്ത് നിർത്തിയിരുന്നത് വർണ്ണാശ്രമമാണ്. അതുകൊണ്ട് സനാതനധർമ്മം എന്ന് വിളിക്കുന്നത് വാസ്തവത്തിൽ വർണ്ണാശ്രമധർമ്മം തന്നെയാണ് എന്ന് നാം തിരിച്ചറിയണം. ആ വാക്കിനൊരു വിശുദ്ധിയും വാസ്തവത്തിലില്ല. അത് ഇപ്പോൾ തമിഴ്നാട്ടിലെ ഉദയനിധി സ്റ്റാലിൻ പറഞ്ഞാലും കേരളത്തിലെ പിണറായി വിജയൻ പറഞ്ഞാലും അതൊക്കെ ഇവരൊക്കെ പറയുന്നതിന് എത്രയോ മുമ്പ് ഈ സനാതനധർമ്മത്തെ ചോദ്യം ചെയ്തുകൊണ്ടാണ് കേരളം കേരളമായത് എന്നും നമുക്കറിയാം. നാരായണഗുരു സനാതനധർമ്മത്തെ ചോദ്യം ചെയ്തു, അയ്യപ്പൻ സനാതനധർമ്മത്തെ ചോദ്യം ചെയ്തു, അയ്യങ്കാളി സനാതനധർമ്മത്തെ ചോദ്യം ചെയ്തു, പൊയ്കയിലപ്പച്ചൻ സനാതനധർമ്മത്തെ ചോദ്യം ചെയ്തു. സനാതനധർമ്മത്തെ ചോദ്യം ചെയ്താണ് ഇന്ന് ഇവിടെ ഇരിക്കുന്ന ഞാനും നിങ്ങളുമൊക്കെ ഈ നിലയിലെത്തിയത്. അതുകൊണ്ട് സനാതനധർമ്മം വളരെ കേമമാണെന്ന് ആര് പറഞ്ഞാലും കേരളത്തിൻ്റെ ചരിത്രം പഠിച്ച ഒരാൾക്ക് അതിനോട് യോജിക്കാൻ കഴിയില്ല എന്നതാണ് വസ്തുത. അപ്പോൾ സനാതനധർമ്മം എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ വർണ്ണാശ്രമ വ്യവസ്ഥ ഒരു കാലത്തും മാറാൻ പോകുന്നില്ല. അതെല്ലാ കാലത്തും തുടരേണ്ടതാണ്. അതാണ് ഏറ്റവും വിശുദ്ധമായത് എന്ന സങ്കല്പമായിരുന്നു ഈ പറഞ്ഞ ആധുനിക പൂർവ്വ സമൂഹത്തിലെ സംസ്കാരം എന്ന് പറയുന്നത്. അവിടെ സംസ്കാരത്തെ നമ്മൾ നിർണ്ണയിക്കേണ്ടത്, ഞാൻ ഈ പറഞ്ഞ ജീവിതത്തിൽ നമ്മൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും അതിൻ്റെ ഭാഗമാണെങ്കിലും ഒരു സംസ്കാരത്തെ നമ്മൾ വിലയിരുത്തേണ്ടത് അതിൻ്റെ ധാർമ്മിക മൂല്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ്. ദ ഷെയർഡ് വാല്യൂസ്, അതാണ് ഒരു സംസ്കാരത്തെ സംബന്ധിച്ചിടത്തോളം, ഒരു സോഷ്യോളജി വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനം. ഒരു സമൂഹം ഒന്നിച്ചു നിൽക്കാൻ അവർ പൊതുവായി പങ്കിടുന്ന മൂല്യബോധം എന്താണ് എന്ന ചോദ്യം പ്രധാനമാണ് എന്ന് റെയ്മണ്ട് വില്യംസ് പറയുന്നുണ്ട്. രണ്ടാമത്തെ കാര്യം, ഈ പറയുന്ന മൂല്യം എന്ന് പറയുന്നത് സനാതനമല്ല എന്നതാണ് റെയ്മണ്ട് വില്യംസ് പറയുന്ന കാര്യം. കൾച്ചർ ഈസ് ഡൈനാമിക് എന്നാണ് അദ്ദേഹം പറയുന്നത്. അതുകൊണ്ട് മൂല്യം നിരന്തരമായി മാറിക്കൊണ്ടിരിക്കും. എൻ്റെ കുട്ടിക്കാലത്ത് ഞാൻ കണ്ടിരുന്നത് പോലെയല്ല ഇന്നത്തെ ഞാൻ പഠിപ്പിക്കുന്ന കുട്ടികൾ പെരുമാറുന്നത്, അവർ ചിന്തിക്കുന്നത്, അവരുടെ ജീവിതത്തോടുള്ള വീക്ഷണം, ലോകവീക്ഷണം, അവരെ പരസ്പരം ചേർത്ത് നിർത്തുന്നത്. അത്തരം ഞാൻ മനസ്സിലാക്കിയിരുന്ന സദാചാര മൂല്യങ്ങളും ധാർമ്മിക മൂല്യങ്ങളും ഇന്നത്തെ തലമുറയിലെ കുട്ടികളിൽ ഞാൻ കാണുന്നില്ല. ഓ, മൂല്യമൊക്കെ പോയി എന്ന്, ധാർമ്മികതയൊക്കെ നഷ്ടപ്പെട്ടു എന്ന് വിലപിച്ചാൽ എനിക്ക് വിലപിച്ചുകൊണ്ട് കുഴിയിലേക്ക് പോകാമെന്നല്ലാതെ ലോകത്തിന് എൻ്റെ വിലാപം കൊണ്ടൊന്നും സംഭവിക്കാൻ പോകുന്നില്ല. കാരണം മനുഷ്യ സമൂഹം ഓരോ ദിവസവും അതിൻ്റെ തന്നെ മൂല്യബോധത്തെ, മൂല്യസങ്കല്പങ്ങളെ പുതുക്കിപ്പണിതുകൊണ്ടാണ് മുന്നേറിയിട്ടുള്ളത്. അതുകൊണ്ട് മൂല്യം സനാതനമല്ല, എല്ലാ കാലത്തേക്കുമായൊരു മൂല്യമില്ല. അത് മാറേണ്ടതാണ്, മാറിക്കൊണ്ടിരിക്കുന്നതാണ്. അതുകൊണ്ട് കൾച്ചർ ഈസ് ഡൈനാമിക് എന്ന റെയ്മണ്ട് വില്യംസിൻ്റെ ആശയം ഈ സന്ദർഭത്തിൽ വളരെ പ്രധാനമാണ്. ഇനി സംസ്കാരത്തെക്കുറിച്ച് പറയുമ്പോൾ മൂന്നാമതൊരു കാര്യം പറയാനുള്ളത്, സംസ്കാരം ഒരേ സമയം ഭൗതികവും അതേസമയം പ്രതീകാത്മകവുമാണ് എന്ന് റെയ്മണ്ട് വില്യംസ് പറയുന്നുണ്ട്. അതായത് ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ ഭക്ഷണം സംസ്കാരത്തിൻ്റെ ഭാഗമാണ്, അത് ഭൗതികമാണ്. വസ്ത്രം
അത് സംസ്കാരത്തിൻ്റെ ഭാഗമാണ്, ഭൗതികമാണ്. എന്നാൽ ആചാരങ്ങളും വിശ്വാസങ്ങളും അത് പ്രതീകാത്മകമാണ്, അല്ലേ? ഇപ്പോൾ വിവാഹത്തിന് ഒരു വിഭാഗം മനുഷ്യർ താലി കെട്ടുന്നു. താലി കെട്ടുക, താലി എന്താണ് എന്ന് താലി കെട്ടിയ ആൾക്ക് പറഞ്ഞുകൂടാ, താലി കെട്ടപ്പെട്ട ആൾക്ക് പറഞ്ഞുകൂടാ എന്താണ് താലി എന്ന്. അതെല്ലാവരും ചെയ്യുന്നു, ഞങ്ങളും ചെയ്യുന്നു എന്നേ അതിനർത്ഥമുള്ളൂ. അതൊരു പ്രതീകമാണ്, ഒരു സിമ്പലാണ്. അങ്ങനെ ധാരാളം സിമ്പൽസ് നമ്മുടെ സംസ്കാരത്തിൽ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. വസ്ത്രം വാസ്തവത്തിൽ ഒരു സിംബോളിക് ആയിട്ടുള്ള ഒന്നാണ്. തട്ടമിടുകയും അതുപോലെ കുറി വരയ്ക്കുകയും കുരിശുമാല തൂക്കുകയും ഒക്കെ ചെയ്താൽ നമുക്ക് അയാൾ ആരാണെന്ന് മനസ്സിലാവും എന്നാണ്. അപ്പം ഇതെല്ലാം വാസ്തവത്തിൽ സിംബോളിക്കാണ്. ഭൗതികമായിരിക്കുമ്പോൾ തന്നെ അതൊക്കെ പ്രതീകാത്മകവുമാണ്. അതുപോലെ ഞാൻ നിങ്ങളുടെ വീട്ടിലേക്ക് അതിഥിയായി കടന്നു വരുമ്പോൾ നിങ്ങൾ എനിക്കൊരു കപ്പ് ചായ തരുന്നു. ഞാൻ ചായ കുടിക്കാൻ ദാഹിച്ചിട്ടല്ല അവിടേക്ക് വന്നത്. പക്ഷേ എന്നാലും എന്നെ ബഹുമാനിക്കുന്നു, സ്നേഹിക്കുന്നു, ആദരിക്കുന്നു എന്ന അർത്ഥത്തിലാവാം നിങ്ങൾ ഒരു കപ്പ് ചായയുമായി ഒരു അതിഥിയുടെ അടുത്തേക്ക് വരുന്നത്. എന്നാൽ അതേ അതിഥി അടുക്കളയിൽ കൂടി കയറി വരാൻ ശ്രമിച്ചാൽ ചുടുവെള്ളം അയാളുടെ മുഖത്തേക്ക് ഒഴിക്കുന്നതും സിംബോളിക്കാണ്. കാരണം എന്താണെന്ന് ചോദിച്ചാൽ അടുക്കളയിലൂടെ അല്ല ഒരു അതിഥി വരേണ്ടത്, അതിഥി വരേണ്ടത് ഉമ്മറത്തു കൂടിയാണ്. അതുകൊണ്ട് സ്പേസ് എന്ന് വീട്ടിലേക്ക് കയറാൻ പല വഴിയുണ്ടാവും. അതൊരു സ്പേസാണ്, ഭൗതികമാണ്. പക്ഷേ ഭൗതികമാണെന്ന് കരുതി അതിനെല്ലാറ്റിനും ഒരർത്ഥമല്ല ഉള്ളത്. മുമ്മറത്തിനൊരർത്ഥമുണ്ട്, അടുക്കളയ്ക്കൊരർത്ഥമുണ്ട്, കിടപ്പുമുറിക്കൊരർത്ഥമുണ്ട്, പൂജാമുറിക്ക് വേറെ അർത്ഥമുണ്ട്. അതുകൊണ്ട് സ്പേസ് എന്ന് പറയുന്നത് മെറ്റീരിയൽ മാത്രമല്ല, അത് സിംബോളിക് കൂടിയാണ്. അങ്ങനെയാണ് മനുഷ്യൻ ജീവിക്കുന്നത്. അതുകൊണ്ട് സിംബോളിക് എന്ന് പറഞ്ഞ അർത്ഥം വിച്ച് ഹാസ് മീനിങ്, എന്തിനാണോ അർത്ഥമുള്ളത് അതാണ് സിംബോളിക് എന്ന് പറഞ്ഞാൽ. അങ്ങനെ മനുഷ്യൻ അർത്ഥം ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്, മനുഷ്യൻ അതിജീവിക്കാൻ വേണ്ടി ഭൗതിക സാഹചര്യങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. അങ്ങനെ ഭൗതികതയും ഈ അർത്ഥോൽപാദനവും കൂടി ചേർന്നതാണ് മനുഷ്യാതിജീവനം എന്ന് പറയുന്നത്. അപ്പോൾ സംസ്കാരത്തിന് ഇങ്ങനെ രണ്ട് പാർട്ടുണ്ട്. ഭൗതികമായിട്ടുള്ളൊരു ആസ്പെക്റ്റ് ഇതിനുള്ളപ്പോൾ തന്നെ അതിന് അർത്ഥോൽപാദനത്തിൻ്റേതായ ഒരു പ്രതീകാത്മക ഭാഗവും ഉണ്ട് എന്നതാണ് ഏറ്റവും പ്രധാനം. ഇനി ഈ സംസ്കാരം എന്ന് പറയുന്നത് ഇങ്ങനെ വേരില്ലാതെ നിൽക്കുന്നതല്ല. ഓരോ കാലഘട്ടത്തിലെ സംസ്കാരത്തെയും നിർണ്ണയിക്കുന്നത് അതത് കാലഘട്ടത്തിൽ മാർക്സിൻ്റെ വളരെ പ്രസിദ്ധമായിട്ടുള്ള നിരീക്ഷണമാണ് അടിത്തറ മേൽപ്പുര എന്ന് പറയുന്നത്. അപ്പോൾ സംസ്കാരം എന്ന് പറയുന്നത് അതത് കാലഘട്ടത്തിലെ സാമ്പത്തിക, സാമൂഹിക, രാഷ്ട്രീയ മണ്ഡലങ്ങളുമായി ചേർന്ന് നിൽക്കുന്നതാണ് സംസ്കാരം. അതായത് ഓരോ കാലഘട്ടത്തിലുമുള്ള ഇക്കണോമിക് സിസ്റ്റം എന്ന് പറയുന്ന, ഇപ്പോൾ ഫ്യൂഡൽ കാലഘട്ടത്തിൽ എന്തായിരുന്നു നമ്മുടെ സംസ്കാരം, മുതലാളിത്ത കാലഘട്ടത്തിൽ എന്തായിരുന്നു സംസ്കാരം എന്ന് ചോദിച്ചാൽ അർത്ഥം ഫ്യൂഡൽ എന്ന് പറയുന്നത് ഒരു പ്രത്യേക തരത്തിലുള്ള നമുക്കറിയാവുന്ന ജാതിജന്മി നാടുവാഴി വ്യവസ്ഥയുടെ കാലത്ത് നിലനിന്നിരുന്ന സമ്പദ്ഘടന മാറി പകരം ക്യാപിറ്റൽ ഭൂമി കേന്ദ്രിതമായ ഒരു സമ്പദ് വ്യവസ്ഥയിൽ നിന്ന് മാറി മൂലധന കേന്ദ്രിതമായ ഒരു സമ്പദ് വ്യവസ്ഥയിലേക്ക് മാറുമ്പോൾ സമ്പദ് വ്യവസ്ഥ മാത്രമല്ല സംസ്കാരവും മാറുന്നു എന്ന് നമുക്കറിയാം. അതിനനുസരിച്ച് നാടുവാഴിത്തത്തിൽ നിന്ന് നമ്മൾ ജനായത്ത ഭരണത്തിലേക്ക് വരുന്നു, പൊളിറ്റിക്സ് മാറുന്നു. അതുപോലെ കൂട്ടുകുടുംബ വ്യവസ്ഥയിൽ നിന്ന് മാറി നമ്മൾ അണുകുടുംബ വ്യവസ്ഥയിലേക്ക് വരുന്നു, ജാതി വ്യവസ്ഥയിൽ നിന്ന് നമ്മൾ പൗരസമൂഹത്തിലേക്ക് വരുന്നു. ഇതെല്ലാം വാസ്തവത്തിൽ എക്കണോമിയിൽ വരുന്ന മാറ്റം പൊളിറ്റിക്സിലും സൊസൈറ്റിയുടെ ഘടനയിലും സംസ്കാരത്തിലും എല്ലാം മാറി മാറി വരുന്നു. അതുകൊണ്ട് സംസ്കാരം വേറിട്ട് നിൽക്കുന്നതല്ല. സംസ്കാരത്തിന് രാഷ്ട്രീയ ഘടനയുമായും സമ്പദ്ഘടനയുമായും സാമൂഹ്യ ഘടനയുമായും പാരസ്പര്യമുണ്ട്, അത് ഇൻ്റർകണക്റ്റഡ് ആണ് എന്ന കാര്യവും റെയ്മണ്ട് വില്യംസ് പറയുന്നുണ്ട്. അപ്പോൾ റെയ്മണ്ട് വില്യംസിൻ്റെ അർത്ഥത്തിൽ ഇതൊക്കെയാണ് സംസ്കാരം എന്ന് പറഞ്ഞാൽ. ഇനി നമ്മളെപ്പോഴും സംസാരിക്കുന്ന കേൾക്കുന്ന ചില പേരുകളുണ്ടല്ലോ, അതിലൊരു പ്രധാനപ്പെട്ട പേരാണ് MS ഗോൾവാൾക്കർ. ചില ആളുകളൊക്കെ അദ്ദേഹത്തെ ഗുരുജി ഗോൾവാൾക്കർ എന്ന് പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. അത് അദ്ദേഹത്തെ ബഹുമാനിക്കുന്ന രാഷ്ട്രീയ സാംസ്കാരിക സംഘടനകളുടെ നേതാക്കന്മാരത് ഉപയോഗിക്കുന്നതിൽ തെറ്റില്ല. എന്നാൽ പുരോഗമനവാദികളാണെന്ന് കരുതുന്നവരും ഗോൾവാൾക്കറെ സൂചിപ്പിക്കുമ്പോൾ ഗുരുജി ഗോൾവാൾക്കർ എന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ട്. ആദ്യത്തെ കാര്യം, അദ്ദേഹം ഒരു കാലത്തും ഗുരുജിയായിരുന്നിട്ടില്ല. അദ്ദേഹം ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുന്ന കാലത്ത്, അദ്ദേഹം സുവോളജിയൊക്കെയാണ് പഠിച്ചത്, പഠിക്കുന്ന കാലത്ത് ഈ മുടിയും താടിയൊക്കെ നീട്ടിയിട്ടായിരുന്നു. അന്ന് അദ്ദേഹത്തെ ക്ലാസ്സിലെ കുട്ടികൾ കളിയാക്കി വിളിച്ചിരുന്നൊരു പേരാണ് ഗുരുജി. പിന്നെ അദ്ദേഹം തന്നെ അത് സ്വയം സ്വീകരിക്കുക ചെയ്തത്. അത് പണ്ടുണ്ടല്ലോ, ഞങ്ങളെ സ്കൂളിൽ പണ്ട്
ചെവിക്ക് കുറച്ച് നീളം അധികമുള്ളൊരു മാഷുണ്ടായിരുന്നു. കുട്ടികളെ സ്വകാര്യത്തിൽ മുയലെന്നാണ് മാഷ വിളിച്ചിരുന്നത്. അതേപോലെ മുടി നീട്ടിയോണ്ട് ഗുരുജി എന്ന് വിളിച്ചു. ഞാനും മുടി നീട്ടിയിട്ടുണ്ട്, ഇനി ആരും ഗുരുജി എന്ന് വിളിക്കണില്ലല്ലോ. അപ്പോൾ അതേപോലെ മുടി നീട്ടി എന്നുള്ളതല്ലാതെ അദ്ദേഹത്തെ ഗുരുജി, നമ്മൾ നാരായണ ഗുരു എന്ന് വിളിക്കുന്നതിനൊരർത്ഥമുണ്ട്. അങ്ങനത്തെ ഒരർത്ഥവും ഈ ഗുരുജി ഗോൾവാൾക്കർക്കില്ല. അതുകൊണ്ട് അദ്ദേഹം MS ഗോൾവാൾക്കർ ആണ്. ഈ ഗോൾവാൾക്കർ അദ്ദേഹത്തിൻ്റെ വളരെ പ്രസിദ്ധമായ പുസ്തകം നിങ്ങൾക്കറിയാലോ, വി ഓർ അവർ നേഷൻഹുഡ് ഡിഫൈൻഡ് എന്ന് പറയുന്ന വളരെ പ്രസിദ്ധമായ ഒരു പുസ്തകമാണ്. അതിൽ ഒരു ഭാഗത്ത് അദ്ദേഹം കൾച്ചറിനെ കുറിച്ച് പറയുന്നുണ്ട്. റെയ്മണ്ട് വില്യംസ് പറഞ്ഞ സംസ്കാരവും ഗോൾവാൾക്കർ പറഞ്ഞ സംസ്കാരവും തമ്മിലുള്ള വ്യത്യാസം എന്താണ് എന്ന് മനസ്സിലാക്കിയാൽ ഇന്ത്യൻ സംസ്കാരം എന്നതുകൊണ്ട്, അതിൻ്റെ കാവ്യവൽക്കരണം എന്നതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ പ്രയാസം ഉണ്ടാവില്ല. ഞാനതൊന്ന് വായിക്കാം. ഇംഗ്ലീഷിലാണത്, മലയാളത്തിലേക്കാനുള്ള സമയം കിട്ടിയിട്ടില്ല. Where religion forms the very life breath of a people, where it governs every action of the individual as well as of the society as a whole, where in short it forms the only incentive to all action, worldly and spiritual, it is difficult to distinguish these two factors clearly. ഗോൾവാൾക്കറെ സംബന്ധിച്ചിടത്തോളം സംസ്കാരം എന്നത് മതവുമായി ബന്ധപ്പെട്ടതാണ്. റെയ്മണ്ട് വില്യംസിനെ സംബന്ധിച്ചിടത്തോളം മതം സംസ്കാരത്തിൻ്റെ ഒരു ഭാഗം മാത്രമാണ്. അതല്ല സംസ്കാരത്തെ നിർണയിക്കുന്നത്. സംസ്കാരത്തെ നിർണയിക്കുന്നത് അതത് കാലഘട്ടത്തിലെ സമ്പദ്ഘടനയും രാഷ്ട്രീയ സാമൂഹ്യ ഘടനകളുമാണെന്ന് ഞാൻ സൂചിപ്പിച്ചു. എന്നാൽ ഗോൾവാൾക്കറെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് ലൈഫ് ബ്രീത്ത് എന്നാണ്. ജീവവായു, ജീവശ്വാസം, ഒരു സമൂഹത്തിൻ്റെ ജീവശ്വാസം മതമാണ് എന്ന് പറഞ്ഞാണ് അദ്ദേഹം സംസ്കാരത്തെ അവതരിപ്പിക്കുന്നത് തന്നെ. സംസ്കാരത്തെയും മതത്തെയും രണ്ടായി കാണാൻ കഴിയില്ല എന്ന് അദ്ദേഹം തുടക്കത്തിൽ തന്നെ സൂചിപ്പിക്കുന്നു. ദേ ബിക്കം വൺ ആസ് ഇറ്റ് വേർ. അതെല്ലാ കാലത്തും ഒന്നായിട്ടുണ്ട്, ഒന്നായിരിക്കുകയും ചെയ്യും. അതുകൊണ്ട് എന്താണ് മതം? അത് സംസ്കാരമാണ്. എന്താണ് സംസ്കാരം? അത് മതമാണ് എന്ന് ഗോൾവാൾക്കർ പറയുന്നു. കൾച്ചർ being the cumulative effect of age-long customs, tradition, historical and other conditions, and most particularly of religious beliefs and their attendant philosophy on the social mind, creating the peculiar race spirit. It is plainly a result mainly of that religion and philosophy which controls the social life and shapes it generations after generation, planting on the race consciousness its own particular stamp. എന്താ അതിൻ്റെ അർത്ഥം? ഈ പറഞ്ഞ മതം എന്നത് അല്ലെങ്കിൽ സംസ്കാരം എന്നത് മതത്തിൻ്റെ ക്യുമുലേറ്റീവ് എഫക്റ്റ് ആണെന്നാണ്. അതായത് മതത്തിൻ്റെ ആകത്തുകയായ എന്താണ് എഫക്റ്റാണ് അത് സൃഷ്ടിക്കുന്ന ഒരു എന്താ നമ്മൾ ഈ എഫക്റ്റ് എന്നുള്ളതിന് ഇലക്ട്രോ മാഗ്നറ്റിക് എഫക്റ്റ് എന്നുള്ളതിൻ്റെ ഒരു മലയാളം ഉണ്ടല്ലോ, വൈദ്യുതകാന്തിക പ്രഭാവം. അതാണ് പ്രഭാവം. അപ്പോൾ ആകത്തുകയിലുള്ള പ്രഭാവം ആണ് ഇതാണ്. അപ്പോൾ മതത്തിൻ്റെ ആകത്തുകയിലുള്ള പ്രഭാവമാണ് സംസ്കാരം എന്നാണ് ഗോൾവാൾക്കർ പറയുന്നത്. എന്നിട്ട് അദ്ദേഹം കൃത്യമായി ഓരോന്ന് എടുത്തു പറയുന്നുണ്ട്. ഒന്ന്, കസ്റ്റംസ്, ആചാരങ്ങൾ, ട്രഡീഷൻസ്, പാരമ്പര്യങ്ങൾ, അതുപോലെ ബിലീഫ്സ്, വിശ്വാസങ്ങൾ, ഇതൊക്കെയാണ് സംസ്കാരം. ഞാൻ സംസ്കാരത്തെക്കുറിച്ച് റെയ്മണ്ട് വില്യംസ് പറഞ്ഞ രണ്ട് കാര്യങ്ങളെക്കുറിച്ച് സൂചിപ്പിച്ചു. സംസ്കാരം ഭൗതികമാണ്, അതേസമയം അത് സിംബോളിക്കാണ്. എന്നാൽ ഗോൾവാൾക്കറെ സംബന്ധിച്ചിടത്തോളം സംസ്കാരം ഭൗതികമല്ല, സംസ്കാരം സിംബോളിക് ആയത് മാത്രമാണ്. വിശ്വാസം പ്രതീകാത്മകമാണ്, അനുഷ്ഠാനം പ്രതീകാത്മകമാണ്, ഈ പറഞ്ഞ ആചാരങ്ങൾ പ്രതീകാത്മകമാണ്. എന്താ ആചാരം അനുഷ്ഠാനം തമ്മിലുള്ള വ്യത്യാസം? ആചാരം എന്ന് പറഞ്ഞാൽ ഭൂമിയിലുള്ള മനുഷ്യർക്കിടയിൽ പുലർത്തേണ്ട മര്യാദയുടെ പേരാണ് ആചാരം. അനുഷ്ഠാനം എന്ന് പറഞ്ഞാൽ മനുഷ്യനും ദൈവവും തമ്മിലുള്ള ബന്ധത്തിനകത്ത് കടന്നു വരുന്ന
ദൈവത്തോട് പുലർത്തേണ്ട മര്യാദയുടെ പേരാണ് അനുഷ്ഠാനം. ദൈവം എന്ന് പറഞ്ഞാൽ മരിച്ചുപോയ ആത്മാക്കളാവാം, എന്തായാലും ഇന്ന് ഭൂമിയിലില്ലാത്തത്. അതുകൊണ്ട് ജാതി ആചാരം എന്ന് പറഞ്ഞാൽ ജാതി മര്യാദ. അത് മേൽജാതിക്കാരനെ കാണുമ്പോൾ കീഴ്ജാതിക്കാരൻ പുലർത്തേണ്ട മര്യാദയുടെ പേരാണ് ജാതി മര്യാദ. അത് ഭൂമിയിലുള്ളതാണ്, അത് സിംബോളിക്കാണ്. അനുഷ്ഠാനം ആകാശത്തുള്ള ദൈവത്തോടുള്ള കമ്മിറ്റ്മെൻ്റാണ്, അതും സിംബോളിക്കാണ്. തേങ്ങ ഉടയ്ക്കലും നേന്ത്രപ്പഴം കൊണ്ടുപോയിട്ട് തിലാഭാരം തൂക്കലും ഒക്കെ പ്രതീകാത്മകമാണ്. ഇതൊക്കെ ഇപ്പോൾ ഈ ദൈവം തിന്നോ എന്ന ചോദ്യത്തിനൊന്നും ആരും ഉത്തരം ചോദിക്കാറില്ല, ആരും പറയാറുമില്ല. അപ്പോൾ ഇതൊക്കെ പ്രതീകാത്മകം ആണ്. അങ്ങനെ പ്രതീകാത്മകമായതിനെ മാത്രമേ ഗോൾവാൾക്കർ സംസ്കാരമായി പരിഗണിച്ചിട്ടുള്ളൂ. ഭൗതികമായതൊന്നിനെയും അദ്ദേഹം സംസ്കാരമായി പരിഗണിച്ചിട്ടില്ല. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് എന്നെനിക്ക് തോന്നുന്നു. എന്തുകൊണ്ടാണിത് പ്രധാനപ്പെട്ടതാവുന്നത് എന്ന് ചോദിച്ചാൽ, അദ്ദേഹം തന്നെ തൻ്റെ പുസ്തകത്തിൽ മറ്റൊരു ഭാഗത്ത് കമ്മ്യൂണിസ്റ്റുകാരെക്കുറിച്ച് സൂചിപ്പിക്കുന്നുണ്ട്. കമ്മ്യൂണിസ്റ്റുകാരെക്കുറിച്ച് സൂചിപ്പിക്കുമ്പോൾ അദ്ദേഹം പറയുന്ന ഒരു കാര്യം, അദ്ദേഹം ഉപയോഗിക്കുന്ന കമ്മ്യൂണിസ്റ്റുകൾ എന്ന വാക്ക് ഉപയോഗിക്കുമ്പോൾ, കമ്മ്യൂണിസം എന്ന വാക്ക് ഉപയോഗിക്കുമ്പോൾ അതിന് തൊട്ട് മുന്നൊരു വിശേഷണം അദ്ദേഹം എപ്പോഴും ഉപയോഗിക്കും. മെനൈസ് എന്നാണ് ആ വാക്ക്. കമ്മ്യൂണിസം എന്ന ശല്യം എന്നർത്ഥം. കമ്മ്യൂണിസം എന്ന ശല്യം അത് ഇപ്പോഴും നമ്മുടെ ദേശീയ നേതാക്കന്മാർക്ക് മനസ്സിലായിട്ടില്ല. എന്ന് പറഞ്ഞാൽ നെഹ്റു ഉൾപ്പെടെയുള്ള ആൾക്കാർക്ക് മനസ്സിലായിട്ടില്ല. അവർ ചെയ്യുന്നത് എന്താ? കമ്മ്യൂണിസ്റ്റുകാർ ഉന്നയിക്കുന്ന ആവശ്യങ്ങൾ തങ്ങൾ നടപ്പാക്കിയാൽ കമ്മ്യൂണിസം ഇല്ലാണ്ടാവുന്ന അവർ വിചാരിക്കുന്നത്. കമ്മ്യൂണിസ്റ്റുകാർ കമ്മ്യൂണിസം എന്ന് പറയുമ്പോൾ ഇവർ വേറൊരു വാക്ക് ഉപയോഗിക്കും, സോഷ്യലിസം. എന്നിട്ട് സോഷ്യലിസം നടപ്പാക്കിയാൽ കമ്മ്യൂണിസ്റ്റുകാരെ കൊണ്ട് പിന്നെ ശല്യം ഉണ്ടാവില്ല എന്ന് അവർ വിചാരിക്കുന്നത്. വിഡ്ഢിത്തമാണ്. സോഷ്യലിസം, കമ്മ്യൂണിസം തുടങ്ങിയ വാക്കുകൾ നിരന്തരമായി നമ്മുടെ രാഷ്ട്രീയ മണ്ഡലത്തിൽ കടന്നു വന്നാൽ മനുഷ്യർ ഭൗതിക ജീവിതത്തിൽ ആഴ്ന്നിറങ്ങുന്നവരായിത്തീരും. അവർ അവകാശബോധമുള്ളവരായിത്തീരും. അവരൊരിക്കലും കടമകളുള്ളവരായിത്തീരില്ല. രാഷ്ട്രത്തിന് വേണ്ടി സ്വയം സമർപ്പിക്കാൻ അവരൊരിക്കലും തയ്യാറാവില്ല. അവർ മതപരമായ കാര്യങ്ങളിൽ ഒട്ടും താല്പര്യമുള്ളവരാവില്ല. അതുകൊണ്ട് കഴിയുന്നതും കമ്മ്യൂണിസ്റ്റുകാരെപ്പോഴും ഉയർത്തുന്ന ഭൗതികമായ മുദ്രാവാക്യങ്ങളിൽ നിന്ന് ശ്രദ്ധ തിരിച്ച് ഈ പ്രതീകാത്മക സംസ്കാരത്തിൻ്റെ വക്താക്കളാക്കി മനുഷ്യരെ മാറ്റാൻ നമുക്ക് കഴിയണം. അതുകൊണ്ട് ആദ്യം വേണ്ടത് സോഷ്യലിസം എന്ന ആശയം നമ്മുടെ രാഷ്ട്രീയ നിഘണ്ടുവിൽ നിന്ന് തന്നെ ഉപേക്ഷിക്കുകയാണ് ഇന്ത്യയിൽ ബുദ്ധിയുള്ള ദേശീയവാദികൾ ചെയ്യേണ്ടത്. നമുക്കറിയാം ഭൂദാന പ്രസ്ഥാനത്തെ ഗോൾവാൾക്കർ അതിനിശിതമായി വിമർശിക്കുന്നുണ്ട്. ഈ ഭൂമി എല്ലാവർക്കും വിതരണം ചെയ്യണം എന്നാണ് പറയണത്. എന്നിട്ട് ഇപ്പോൾ അവരുടെ ആവശ്യം എന്താ? നമ്മുടെ നാട്ടിലെ 10-50 ഏക്കറുള്ള സാധാരണ കൃഷിക്കാർ, ഒരു 50 ഏക്കറൊക്കെ ഉള്ള സാധാരണ കൃഷിക്കാരെ വേട്ടയാടുകയാണ് ഈ ഭൂദാന പ്രസ്ഥാനം ഉൾപ്പെടെയുള്ളവർ ചെയ്യുന്നത്. ഇവർ തന്നെ ഗാന്ധിയുടെ പേരിൽ തന്നെ ഇവരിതൊക്കെ ചെയ്യുകയാണെങ്കിൽ ഇവരെക്കാൾ നല്ലത് കമ്മ്യൂണിസ്റ്റുകാരാണെന്നുള്ളത് നാട്ടുകാർക്ക് തോന്നില്ലേ? അങ്ങനെ വന്നാൽ കമ്മ്യൂണിസം വളരെയല്ലേ ചെയ്യുക? ഭൂദാന പ്രസ്ഥാനം ഈ വിനോബ തുടങ്ങിയത് കമ്മ്യൂണിസ്റ്റുകാരെ തോൽപ്പിക്കാനാണെങ്കിലും കമ്മ്യൂണിസ്റ്റുകാരുടെ മുദ്രാവാക്യം വന്നാൽ ഉടനെ അത് ഭൗതികമായ ആവശ്യങ്ങളിലേക്ക് ശ്രദ്ധ തിരിയുകയും ജനങ്ങൾ അതിൻ്റെ പിന്നാലെ പോവുകയും അവർ മതത്തെ മറക്കുകയും ചെയ്യും. ഇത് ഗോൾവാൾക്കർ പറഞ്ഞതാ. ഇപ്പോൾ നിങ്ങൾക്ക് നമ്മുടെ സമൂഹത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന പല വിഷയങ്ങളൊന്നും ആലോചിച്ച് നോക്കൂ. ഇപ്പോൾ തൃശ്ശൂർ പൂരം ആരാ കലക്കിയത്? അതാണല്ലോ കുറേ ദിവസം നമ്മൾ ചർച്ച ചെയ്തത്. ആ ചർച്ചയുടെ അത് ഗവൺമെൻറ്റാണ് കലക്കിയത്, അത് പോലീസാണ് കലക്കിയത്, അത് RSSകാരാണ് കലക്കിയത്, എന്തോ പറഞ്ഞോ, അത് വിരോധമില്ല. ചർച്ച തൃശ്ശൂർ പൂരമായല്ലോ. തൃശ്ശൂർ പൂരം എന്ന് പറയുന്നത് ഈ പറഞ്ഞ ഹിന്ദു സംസ്കാരത്തിൻ്റെ ഭാഗമാണ്, അത്രേ വേണ്ടൂ. അതിങ്ങനെ ചർച്ച ചെയ്തുകൊണ്ടിരുന്നാൽ കുറേ ആൾക്കാരെ അതിൻ്റെ കൂടെ നിൽക്കും, കുറേ ആൾക്കാരെ അതിനെ എതിർക്കും. എതിർത്തവർക്ക് തന്നെ കുറച്ച് കഴിയുമ്പോൾ അതിലൊരു ശരിയില്ലേന്ന് തോന്നും. അതാണ് RSSൻ്റെ മൂലധനം. അങ്ങനെയാണ് ഈ കാവ്യവൽക്കരണം നടക്കുക എന്നർത്ഥം. ഭൗതികമായ സംസ്കാരത്തിൻ്റെ ഘടകങ്ങളിലേക്ക് ശ്രദ്ധ തിരിക്കുന്നതിന് പകരം പ്രതീകാത്മകമായ സംസ്കാരത്തിൻ്റെ ഘടകങ്ങളിൽ ഊന്നി നിരന്തരം സമൂഹത്തിൽ സംവാദമുണ്ടാക്കിക്കൊണ്ടാണ് നാം നമ്മുടെ പ്രത്യയശാസ്ത്രത്തിൻ്റെ അടിത്തറ വിപുലീകരിക്കേണ്ടത് എന്ന് പറഞ്ഞ ആളാണ് ഗോൾവാൾക്കർ. അതാണ് വി ഓർ അവർ നാഷൻഹുഡ് ഡിഫൈൻഡ് എന്ന പുസ്തകത്തിൽ അദ്ദേഹം ചെയ്യുന്ന കാര്യം. ഇത് മാത്രമല്ലല്ലോ, ഇപ്പോൾ സമാധി വന്നു.
സമാധി വന്നതും എത്രയോ ദിവസമായി നമ്മൾ സമാധി ചർച്ച ചെയ്തുകൊണ്ടിരിക്കുക, സനാതനധർമ്മം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുക. ഇങ്ങനെ നിരന്തരമായി ഈ ഹിന്ദുത്വവുമായി ബന്ധപ്പെട്ട ആശയങ്ങളിൽ സംവാദവും ചർച്ചയും നിരന്തരം നടന്നുകൊണ്ടിരുന്നാൽ അത് ആത്യന്തികമായി ഈ പറയുന്ന ഹിന്ദു ധർമ്മം എന്ന് വിളിക്കുന്ന വർണ്ണാശ്രമധർമ്മത്തിനും അതിൻ്റെ പ്രത്യയശാസ്ത്രത്തിനുമാണ് ഗുണം ചെയ്യുക എന്ന് മനസ്സിലാക്കി അതിനനുസരിച്ച് കഴിഞ്ഞൊരു നൂറ്റാണ്ടായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നൊരു സംഘടന നമുക്കിടയിലുണ്ട് എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് എന്നാണ് ഞാൻ സൂചിപ്പിച്ചതിൻ്റെ അർത്ഥം. ഇനി ഇത് മാത്രമല്ല, രാഷ്ട്രത്തെ പറ്റിയുള്ള കാഴ്ചപ്പാട്, സംസ്കാരം, മതം അവ രണ്ടും ഒന്നാണ് എന്നും അവ പ്രതീകാത്മകമാണ് എന്നും പറഞ്ഞ ഗോൾവാൾക്കർ രാഷ്ട്രത്തെക്കുറിച്ച് പറയുന്നത് എന്താ? റേസ് ഈസ് ദ ബോഡി ഓഫ് ദ നേഷൻ എന്നാണ്. എന്ന് പറഞ്ഞാൽ വംശമാണ്, വംശീയതയാണ് രാഷ്ട്രശരീരം എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ മതം, സംസ്കാരം, രാഷ്ട്രം, വംശം എന്നാണ് അദ്ദേഹത്തിൻ്റെ നിർവചനം. അതുകൊണ്ട് ഹിന്ദു രാഷ്ട്രം എന്ന് പറഞ്ഞാൽ വംശശുദ്ധിയുള്ളവരുടെ രാഷ്ട്രം എന്നാണ് അർത്ഥം, കലർപ്പില്ലാത്ത രാഷ്ട്രം എന്നാണ് അർത്ഥം. അങ്ങനെ കലർപ്പില്ലാത്ത ഹിന്ദുക്കളുടെ രാഷ്ട്രമാണ് ഹിന്ദു രാഷ്ട്രമെന്ന് ഗോൾവാൾക്കർ പറയുന്നുണ്ട്. ഗോൾവാൾക്കർക്ക് മുമ്പുണ്ടായിരുന്ന ഒരുപക്ഷെ ഹിന്ദുത്വം എന്ന ആശയത്തിന് അടിത്തറവാകിയ സവർക്കറേക്കാൾ ഒരുപടി കടന്ന് വംശീയതയ്ക്ക് ഊന്നൽ നൽകിക്കൊണ്ടാണ് ഗോൾവാൾക്കർ സംസാരിക്കുന്നത് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. സവർക്കറെ സംബന്ധിച്ചിടത്തോളം ഹിന്ദുത്വം എന്ന് പറയുന്നത് പൗരത്വം ആണ്. ഹിന്ദുത്വം എന്ന് പറഞ്ഞാൽ പൗരത്വ, ഒരു തരം സിറ്റിസൺഷിപ്പാണ്. എന്താ പൗരത്വം എന്ന് പറഞ്ഞാൽ? അദ്ദേഹം പൗരത്വത്തിന് കൊടുക്കുന്ന നിർവചനം അനുസരിച്ച് ഇന്ത്യ എന്ന് പറയുന്ന ഈ ഉപഭൂഖണ്ഡത്തിൽ ജനിച്ച എല്ലാ മനുഷ്യരും ഇന്ത്യക്കാരാണ്. അപ്പോൾ നമ്മൾ വിചാരിക്കും പിന്നെന്താ പ്രശ്നം? കുറി വരയ്ക്കണവരും നിസ്കരിക്കുന്നവരും കുരിശിമാല തൂക്കുന്നവരും എല്ലാവരും ഇന്ത്യക്കാരാണ്. അക്കാര്യത്തിൽ സവർക്കർക്ക് യാതൊരു അഭിപ്രായ വ്യത്യാസമില്ല. പിന്നെന്താ അദ്ദേഹം ഇത് ലോകത്തെ എല്ലാ രാജ്യങ്ങളും സ്വീകരിച്ചിട്ടുള്ള പൗരത്വത്തിൻ്റെ നിർവചനം? എവിടെയാണോ ജനിച്ചത് അതാണ് നാട്. ഇതാണ് പൗരത്വത്തിൻ്റെ സാമാന്യ നിർവചനം. എന്നാൽ സവർക്കർ ഈ നിർവചനത്തെ അല്പം കൂടി മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട്. അദ്ദേഹം പറയുന്നത് അങ്ങനെ ഒരു നാട്ടിൽ ജനിച്ചതുകൊണ്ട് മാത്രം കാര്യമില്ല, ജനിച്ച നാടിനെ പുണ്യഭൂമിയായി നിങ്ങൾ പരിഗണിക്കണം. അങ്ങനെ പിതൃഭൂമിയെ പുണ്യഭൂമിയായി പരിഗണിച്ചാലേ നിങ്ങളുടെ പൗരത്വം അംഗീകരിക്കപ്പെടൂ. അതുകൊണ്ട് അയോധ്യ ഞങ്ങളുടെ പുണ്യഭൂമിയാണ്, അത് ഞങ്ങൾ അവിടെയുള്ള പള്ളി പൊളിച്ചു, അമ്പലം ഉണ്ടാക്കി. ഇനി ഈ പറഞ്ഞ മധുരയിലും അതുപോലെ മറ്റു സ്ഥലത്തൊക്കെ ബാക്കി കിടക്കുന്നുണ്ട്, അതും നമ്മൾ പൊളിക്കും. ഏതാണ്ട് 10-30,000 പള്ളി പൊളിക്കാനുള്ള തീരുമാനം എടുത്തിട്ടുണ്ട്. കാരണം അത് പുണ്യഭൂമിയാണ്. ഈ പുണ്യഭൂമിയെ നിങ്ങൾ അംഗീകരിക്കുന്നുണ്ടോ? എങ്കിൽ നിങ്ങൾ ഇന്ത്യൻ പൗരരാണ്. അതുകൊണ്ട് മക്കയാണ്, മദീനയാണ്, ഇസ്രായേലാണ്, ജെറുസലേമാണ് ഞങ്ങളുടെ പുണ്യഭൂമി എന്നൊക്കെ ആരെങ്കിലും വിചാരിക്കുന്നുണ്ടെങ്കിൽ അവരാരും ഇന്ത്യക്കാരല്ല. ഇത് ലോകത്തൊരു രാജ്യത്തും ഇല്ലാത്ത പൗരത്വത്തിൻ്റെ നിർവചനമാണ്. അപ്പോൾ ലോകത്തുള്ള പൗരത്വത്തിൻ്റെ നിർവചനത്തോടൊപ്പം സവർക്കർ പുണ്യഭൂമി സങ്കല്പവും കൂടി ചേർത്തുകൊണ്ടാണ് പൗരത്വ സങ്കല്പം അവതരിപ്പിച്ചത്. എന്നാൽ അതിനും ഒരു ചുവട് മുന്നോട്ട് പോയാണ് ഗോൾവാൾക്കർ വംശീയതയാണ് രാഷ്ട്രം എന്ന് നിർവചിക്കുന്നത്. അങ്ങനെ തീവ്ര വംശീയതയാണ് വാസ്തവത്തിൽ ഹിന്ദുത്വം എന്നും അത് സൃഷ്ടിച്ചെടുക്കാനാണ് ഈ ഹിന്ദുത്വ സംസ്കാരം ശ്രമിക്കുന്നത് എന്നും പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഇതാണ് എനിക്ക് പറയാനുള്ള ഒരു കാര്യം. ഇനി രണ്ടാമത്തെ കാര്യം, അതിന് ഞാൻ ഈ റെയ്മണ്ട് വില്യംസ് എന്ന് പറയുന്ന ബ്രിട്ടീഷ് മാർക്സിസ്റ്റിൻ്റെ ഒരു ആശയമാണ് ഉപയോഗിക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, മാഷ് എനിക്ക് തന്ന വിഷയത്തിൽ കാവ്യവൽക്കരിക്കുക. ഈ വൽക്കരിക്കുക എന്ന് പറഞ്ഞാൽ അത് ബോധപൂർവമുള്ളൊരു പ്രവൃത്തിയാണ്. ആ പ്രവൃത്തിയുടെ ഒരു ചരിത്രമാണ് ഇപ്പോൾ ഞാൻ പറഞ്ഞത്. സവർക്കറിൽ നിന്ന്, ഗോൾവാൾക്കറിൽ നിന്ന് പിന്നീട് അങ്ങോട്ട് പോകുന്ന ഗോഡ്സെ, എല്ലാ ആൾക്കാരും നമ്മൾ കേൾക്കുന്ന ഈ തിലകൻ്റെ കാലം മുതലൊക്കെ ആരംഭിക്കുന്ന ഒരു വലിയ ചരിത്രമുണ്ട്. അത് വായിക്കാൻ നിങ്ങൾ അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് PN ഗോപികൃഷ്ണൻ്റെ ഹിന്ദുത്വത്തിൻ്റെ കഥ, ഹിന്ദുത്വ രാഷ്ട്രീയത്തിൻ്റെ കഥ എന്നുള്ള പുസ്തകം വായിക്കാം. അത് ഇതിനകം വലിയ ചർച്ചയായിട്ടുള്ളൊരു പുസ്തകമാണ്, നിങ്ങൾക്ക് വായിക്കാവുന്നതാണ്. അതിനകത്ത് എങ്ങനെയാണ് ഈ കരണം,
ഈ വൽക്കരണം, കാവ്യവൽക്കരണത്തിൻ്റെ ഒരു ഐഡിയോളജി, ഒരു പ്രത്യയശാസ്ത്രം രൂപപ്പെട്ടു വന്നത് എങ്ങനെയാണെന്ന് മനസ്സിലാക്കാൻ ഈ പറഞ്ഞ പുസ്തകം നിങ്ങളെ സഹായിക്കുമെന്ന് മാത്രം പറഞ്ഞ് ആ ഭാഗം ഞാൻ അവസാനിപ്പിക്കുക. ഇനി രണ്ടാമത്തെ കാര്യം, ഈ ബോധപൂർവമായ ശ്രമം ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതും ഞാൻ വിശദീകരിക്കേണ്ടതുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇപ്പോൾ ഇന്ത്യൻ പാർലമെൻറ്റിൻ്റെ ഉദ്ഘാടനം ഇതൊരു സ്കൂളാണല്ലോ, ഒരു ഗേൾസ് സ്കൂളാണ്. ഇവിടെ പുതിയ പദ്ധതിയുടെ ഭാഗമായ ഒരു കെട്ടിടം പണി കഴിഞ്ഞാൽ ആ കെട്ടിടത്തിൻ്റെ ഉദ്ഘാടനത്തിന് ഇവിടെയുള്ളൊരു നമ്പൂതിരിയെയും അയാളുടെ സംഘത്തെയും കൊണ്ടുവന്ന് ഹോമാദി കർമ്മങ്ങൾ നടത്തിയിട്ടാണ് ഉദ്ഘാടനം നടന്നതെങ്കിൽ അത് പരിഹാസ്യമാണ്, എതിർക്കപ്പെടേണ്ടതാണ്, ഒരു തരത്തിലും അംഗീകരിക്കപ്പെടാൻ പാടില്ലാത്തതാണെന്ന് ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും അറിയാം. അതുപോലെയല്ലേ പാർലമെൻറ്റ് നമ്മുടെ നികുതിപ്പണം കൊണ്ടുണ്ടാക്കിയ ഒരു ദേശീയ മന്ദിരം ഉദ്ഘാടനം ചെയ്യേണ്ടത് വാസ്തവത്തിൽ ഇന്ത്യയുടെ പ്രസിഡൻ്റായ ദ്രൗപദി മുർമുവാണ്. ദ്രൗപദി മുർമുവിനെ ആ ഉദ്ഘാടനത്തിന് ക്ഷണിച്ചില്ലെന്ന് മാത്രമല്ല, അതിലൊരു കാര്യത്തിലും പങ്കെടുപ്പിച്ചില്ല. അവരാ വഴിക്കേ വന്നില്ല. എന്താ കാരണം? രണ്ട് കാരണങ്ങളാണ്. ഒന്ന്, അവരൊരു ഗോത്ര വിഭാഗത്തിൽ ജനിച്ച ഒരാളാണ്. ഈ പറഞ്ഞ ഗോൾവാൾക്കറുടെ റേസ് എന്ന് പറയുന്ന വംശം, ശുദ്ധവംശം എന്ന സങ്കല്പത്തിന് പുറത്താണ് ഇന്ത്യയിലെ ഗോത്രങ്ങൾ. അവരെ ഈ വംശത്തിൻ്റെ ഭാഗമാക്കാനാണ് കഴിഞ്ഞ കുറേ കാലമായിട്ട് RSSകാർ ആദിവാസികളുടെ ഇടയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അവരെയും കൂടി ഈ വംശത്തിൻ്റെ ഭാഗമാക്കി മാറ്റണം. അതാണ് ആദിവാസി ജാഗരൺ മഞ്ച് എന്ന പേരിൽ അവരുടെ ഇടയിൽ കഴിഞ്ഞ കുറേ കാലമായി പ്രവർത്തിക്കുന്നത്. ഞാൻ വളരെ യാദൃച്ഛികമായി അവർ നടത്തുന്ന ഒരു വിദ്യാലയത്തിൽ വയനാട്ടിൽ പോകാനിടയായി. അപ്പോൾ ഞാൻ അവിടെ ചെന്ന് കയറുമ്പോൾ തന്നെ 1ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികൾ എന്നെ വരവേൽക്കുന്നത് നെഞ്ചത്ത് കയ്യൊക്കെ തട്ടിയിട്ടുള്ള അവരുടെ ഏർപ്പാടുണ്ടല്ലോ, അത് വെച്ചിട്ടാണ്. 1ാം ക്ലാസ്സിൽ പഠിക്കുന്ന ചെറിയ കുട്ടിയാണ്. ആ കുട്ടികൾ അവരുടെ ചിത്രങ്ങളൊക്കെ, പല ചിത്രങ്ങളും വരച്ച് കുട്ടികൾ തൂക്കിയിട്ടുണ്ട്. നമ്മളെ ഈ ക്ലാസ്സിലൊക്കെ സാധാരണ കുട്ടികൾ തൂക്കില്ലേ. എല്ലാം ഹനുമാൻ ഗദയായിട്ട് പോകുന്നത്, രാമൻ വില്ല് വലച്ച് നിൽക്കുന്നത്, രാവണനെ കൊല്ലുന്നത് 1ാം ക്ലാസ്സിലെ കുട്ടികൾ വരയ്ക്കുക. ആദിവാസികളുടെ പാക്കത്തപ്പൻ്റെ കഥയോ ഈ ആദിവാസികളുടെ ഊരിലുള്ള ഏതെങ്കിലും നാടോടി കഥയോ ഒന്നും അവിടെ പഠിപ്പിക്കുന്നില്ല. സംസ്കൃതം അവർ നിർബന്ധമായും പഠിപ്പിക്കുന്നുണ്ട്. അങ്ങനെ ഓരോ ആദിവാസിയെയും ഈ പറഞ്ഞ ഹിന്ദുധർമ്മത്തിലേക്ക് ഇൻകോർപ്പറേറ്റ് ചെയ്തുകൊണ്ട് അവരെ ഉൾച്ചേർക്കുക എന്നുള്ളതാണ് അവരുടെ അജണ്ട എന്ന് പറയുന്നത്. ഞാൻ അതിലേക്ക് ഇപ്പോൾ കടക്കുന്നില്ല. ഏതായാലും ദ്രൗപദി മുർമു വാസ്തവത്തിൽ ഈ വംശശുദ്ധിക്ക് പുറത്താണ്. മറ്റൊന്ന്, അവർ വിധവയായതുകൊണ്ട് അവർക്ക് ഇത്തരം മംഗളകർമ്മങ്ങളിൽ പങ്കെടുക്കാൻ പാടില്ല എന്ന് മനു പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് രാജ്യം ഭരിക്കുന്നത് ഭരണഘടനയല്ല, രാജ്യം ഭരിക്കുന്നത് മനുസ്മൃതിയാണ്. മനുസ്മൃതി രാജ്യം ഭരിക്കുന്ന ഒരു രാജ്യത്താണ് നമ്മളിവിടെ ഇരുന്ന് ഈ കാര്യങ്ങളൊക്കെ, ഇപ്പം നിങ്ങൾ നേരത്തെ ചില പ്രമേയങ്ങളൊക്കെ കേന്ദ്ര ഗവൺമെൻറ്റിനോട് പറയുന്നതായിട്ട് ഞാൻ കേട്ടു. അത് എനിക്ക് നമ്മളോട് തന്നെ പറയാനുള്ളത്, രാജ്യം ഭരിക്കുന്ന ആൾക്കാർ ഇതൊന്നും മനസ്സിലാവുന്ന ആൾക്കാരല്ല. ഭരണഘടനാപരമായ ബാധ്യത നിറവേറ്റേണ്ടതുണ്ടെന്ന് വിചാരിക്കുന്ന ഒരു ഗവൺമെൻറ്റിനോടല്ലേ നിങ്ങൾക്ക് ജനാധിപത്യത്തിൻ്റെ ഭാഷയിൽ സംസാരിക്കാൻ കഴിയൂ? നിങ്ങൾ കണ്ടില്ല ഒരു ഗവർണർ എങ്ങനെയാണ് ഇവിടെ പെരുമാറിക്കൊണ്ടിരുന്നതെന്ന്? ആ ഗവർണറോട് അതുപോലെ പെരുമാറാൻ ഇവിടെ ഭരിക്കുന്ന ആളുകൾക്ക് അറിയാത്തത് കൊണ്ടല്ല. ഭരണഘടനാ ബാധ്യതയുള്ള ഒരു സ്ഥലത്തിരിക്കുന്ന ആളുകൾ ഉപയോഗിക്കേണ്ട വാക്കുകൾ, പെരുമാറേണ്ട രീതിക്കൊക്കെ ഒരു ലിമിറ്റുണ്ട്. അതൊക്കെ മറന്ന് എന്തും കാണിക്കാമെന്ന് തോന്നുന്നത് ഭരണഘടനയെ പിച്ചി ചീന്തുന്നതിന് തുല്യമാണ്. അങ്ങനെ ഓരോ ദിവസവും ഭരണഘടനയെ ചവിട്ടിയരച്ചുകൊണ്ട് കടന്നു പോകുന്ന ഒരു ഭരണകൂടമാണ് ഇവിടെ ഉള്ളത്. അവരെ സംബന്ധിച്ചിടത്തോളം ഈ കാവ്യവൽക്കരണം എന്ന് പറയുന്നത് ഒരു അജണ്ടയാണ്. അവർ അത് നിർവഹിച്ചു കൊണ്ടിരിക്കുകയാണ് ഓരോ സന്ദർഭത്തിലും. അതിൻ്റെ ഒന്നാമത്തെ വഴി എന്ന് പറയുന്നത് അംബേദ്കറുടെ നേതൃത്വത്തിൽ എഴുതി തയ്യാറാക്കപ്പെട്ട ഭരണഘടനയെ അപ്രസക്തമാക്കുക എന്നതാണ്. അതാണ് രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. ഫെഡറൽ തത്വങ്ങൾ വയനാടും ഇന്ത്യയിലാണ് എന്ന് നമുക്ക് പറയേണ്ടി വരുന്നത്, വയനാടിനുള്ള സഹായധനം നിഷേധിക്കുന്നത്, ഇങ്ങനെ എല്ലാ കാര്യങ്ങളും നമുക്ക് ലഭിക്കേണ്ട സാമ്പത്തികമായ ആനുകൂല്യങ്ങൾ നിഷേധിക്കുന്നത്, ഇതെല്ലാം വാസ്തവത്തിൽ ഫെഡറൽ തത്വങ്ങൾക്കെതിരാണ്. ഫെഡറലിസം പോയിട്ട് ഭരണഘടന തന്നെ അംഗീകരിക്കാത്തവരോട് നിങ്ങൾക്ക് എങ്ങനെയാണ് ഈ ജനാധിപത്യത്തിൻ്റെ ഭാഷയിൽ സംസാരിക്കാൻ കഴിയുക? അപ്പം അതുകൊണ്ട് അങ്ങനെ കാവ്യവൽക്കരണത്തിൻ്റെ പ്രാരംഭ പ്രവർത്തനം എന്ന് പറയുന്നത് കോടതികളിൽ അവർ ഹിന്ദുത്വ ആശയഗതിക്കാരായ
ജഡ്ജിമാരെയും ഉദ്യോഗസ്ഥന്മാരെയും കൊണ്ട് നിറയ്ക്കുന്നു. നമ്മുടെ സിവിൽ സർവീസ് പൂർണ്ണമായും കാവ്യവൽക്കരിക്കുന്നു. നമ്മുടെ സിലബസുകൾ അധ്യാപകരെ സംബന്ധിച്ചിടത്തോളം അത് വളരെ പ്രധാനമാണല്ലോ. നിങ്ങൾക്ക് വായിക്കാവുന്ന ഈ കാര്യത്തിൽ വായിക്കേണ്ട, നിങ്ങളെല്ലാ അധ്യാപകരും വായിച്ചിരിക്കണമെന്ന് ഞാൻ നിർബന്ധമായും പറയുന്ന ഒരു പുസ്തകം വിശാൽ വിശ്വനാഥ് എഴുതിയ ദി സ്മാർട്ട് ആൻഡ് ദ ഡംബ്, ദ ഹിസ്റ്ററി ഓഫ് എഡ്യൂക്കേഷൻ ഇൻ ഇന്ത്യ എന്ന് പറഞ്ഞിട്ടൊരു പുസ്തകമുണ്ട്. ദ സ്മാർട്ട് ആൻഡ് ദ ഡംബ്. വിശാൽ വിശ്വനാഥ് എന്ന് പറഞ്ഞ, ഒരു പക്ഷേ ഇവിടെ ഇരിക്കുന്ന പലരുടെയും മകനാവാൻ പ്രായമുള്ളൂ, ഒരു ചെറുപ്പക്കാരൻ കുട്ടി എഴുതിയൊരു പുസ്തകമാണ്. ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിൽ സഞ്ചരിച്ച് അവിടുത്തെ വിദ്യാഭ്യാസ അനുഭവങ്ങളാണ് അദ്ദേഹം അതിനകത്ത് പറഞ്ഞിട്ടുള്ളത്. ആ പുസ്തകത്തെക്കുറിച്ച് 1-2 കാര്യങ്ങൾ ഞാൻ പിന്നീട് പറയാം. അപ്പോൾ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, അതിലൊരു സ്ഥലത്ത് അദ്ദേഹം ഈ ചരിത്ര പുസ്തകങ്ങൾ മാറ്റുന്നതിനെക്കുറിച്ച് സൂചിപ്പിക്കുന്നുണ്ട്. കോവിഡിന് ശേഷം NCERT പുറത്തിറക്കിയ സർക്കുലർ അനുസരിച്ച് കുട്ടികളുടെ പഠനഭാരം കുറയ്ക്കുക എന്ന ലക്ഷ്യമാണെന്ന് പറഞ്ഞുകൊണ്ട് പല കാര്യങ്ങളും NCERTയുടെ ചരിത്ര പുസ്തകത്തിൽ നിന്ന് നീക്കം ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. ഗാന്ധി വധം, RSSനെ അതിനുശേഷം നിരോധിച്ചത്, ഗുജറാത്തിലെ കലാപം, മുഗൾ ഭരണം തുടങ്ങിയ നിരവധി ഭാഗങ്ങൾ ചരിത്ര പുസ്തകങ്ങൾ നീക്കിക്കൊണ്ടാണ് NCERT 2019 ശേഷം അവരുടെ പുസ്തകങ്ങൾ പുറത്തിറക്കിയിട്ടുള്ളത്. ഇത്തരം ധാരാളം കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതിൻ്റെ ഒന്നും വിശദാംശങ്ങളിലേക്ക് ഞാനിപ്പോൾ പോകുന്നില്ല. അപ്പോൾ ഇങ്ങനെ വളരെ ബോധപൂർവമുള്ള കാവ്യവൽക്കരണം ആദിവാസി മേഖലയിൽ, ഈ പറഞ്ഞ പൊതുമണ്ഡലത്തിൽ, ജുഡീഷ്യറിയിൽ, വിദ്യാഭ്യാസത്തിൽ ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതുകൊണ്ട് ഈ കാവ്യവൽക്കരണം എന്ന് പറയുന്ന ആ ആശയത്തിന് പുറകിൽ ഒരു ഏജൻസി ഉണ്ട് എന്ന് ഞാൻ പറയും. അതും ഈ സാമൂഹ്യശാസ്ത്രത്തിലൊരു വാക്കാണ് ഏജൻസി എന്ന് പറയുന്നത്. നമ്മളൊക്കെ അധ്യാപകരായതുകൊണ്ടാണ് ഞാൻ ഇത്തരം വാക്കുകൾ നേരിട്ട് ഉപയോഗിക്കുന്നത്. ഏജൻസി എന്ന് പറയുന്നത് വാസ്തവത്തിൽ അതിൻ്റെ ഒരു നിർവചനം ഞാൻ വായിക്കാം. ഏജൻസി റെഫേഴ്സ് ടു ദി കപ്പാസിറ്റി ഓഫ് എൻ ഇൻഡിവിജ്വൽ ഓർ എ ഗ്രൂപ്പ് ടു ആക്ട് ഇൻഡിപെൻഡൻ്റ്ലി, മേക്ക് ചോയ്സസ് ആൻഡ് എഫക്ട് ചേഞ്ചസ് ഇൻ ദെയർ സോഷ്യൽ ആൻഡ് മെറ്റീരിയൽ എൻവിറോൺമെൻറ്റ്. ഇതാണ് ഏജൻസി എന്നുള്ള നിർവചനം. എന്ന് പറഞ്ഞാൽ സ്വയം തീരുമാനമെടുത്തുകൊണ്ട് സമൂഹത്തിൽ ഇടപെടാനും മാറ്റങ്ങൾ വരുത്താനുമുള്ള ശേഷിയുള്ള ആളുകളെയാണ് നമ്മൾ ഏജൻറ്റ് എന്ന് വിളിക്കുന്നത്. അതുകൊണ്ട് ഏജൻസി ചെയ്യുന്ന പണിയാണ് കരണം എന്ന് പറയുന്നത്. ബോധപൂർവം തെരഞ്ഞെടുപ്പ് നടത്തി സമൂഹത്തിൽ ഇടപെട്ട് അതിൽ മാറ്റം വരുത്താൻ ശ്രമിക്കുന്നവർ എന്നർത്ഥത്തിലാണ് ഞാൻ ഹിന്ദുത്വ രാഷ്ട്രീയക്കാരെ ഏജൻസ് എന്ന് വിളിക്കുന്നത്. അങ്ങനെ നിർവാഹകരുടെ ബോധപൂർവമായ പ്രവർത്തനം കൊണ്ട് കാവ്യവൽക്കരണത്തിനുള്ള ധാരാളം ശ്രമങ്ങൾ രാഷ്ട്രീയ മണ്ഡലത്തിലും ജുഡീഷ്യറിയുടെ മണ്ഡലത്തിലും നമ്മുടെ വിദ്യാഭ്യാസത്തിലും ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഞാനത് വിശദീകരിക്കുന്നില്ല. എന്നാൽ മാഷ് തന്ന തലക്കെട്ടിൽ കാവ്യവൽക്കരിക്കപ്പെടുന്ന ഇന്ത്യൻ സംസ്കാരം, ഈ പെടുക എന്ന വാക്ക് ഒറ്റ വാചകത്തിൽ പറഞ്ഞാൽ ഏജൻസി ഇല്ലാതെ നടക്കുന്ന പ്രവൃത്തിയാണ് പെടൽ എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ ഞാൻ ബോധപൂർവം നടത്തുന്ന ഒരു തെരഞ്ഞെടുപ്പല്ല, ഞാൻ അതിൽ ചെന്ന് വീഴുകയാണെന്നർത്ഥം. അങ്ങനെ വീണാണ് ഈ കാവ്യവൽക്കരണം വിജയിക്കുന്നത്. കാവ്യവൽക്കരണം അവരിതൊക്കെ നടത്തിയതുകൊണ്ട് വിജയിക്കാനൊന്നും പോകുന്നില്ല. എന്തുകൊണ്ടാണ് കാവ്യവൽക്കരണം ഇന്ത്യയിൽ വിജയിക്കുന്നത്? കുറേ ആൾക്കാർ അതിൽ പോയി പെടാനുണ്ട് എന്നുള്ളതുകൊണ്ടാണ്. അതേക്കുറിച്ച് 1-2 കാര്യങ്ങൾ കൂടി ഒന്ന് സൂചിപ്പിക്കണം എന്ന് ഞാൻ വിചാരിക്കുന്നു. എന്ന് പറഞ്ഞാൽ നമുക്കറിയാവുന്ന പോലെ അതിന് 1-2 ഉദാഹരണങ്ങൾ ഞാൻ സൂചിപ്പിക്കാം. കഴിഞ്ഞ പല സ്ഥലത്തും പറഞ്ഞാണ്, കഴിഞ്ഞ വെക്കേഷൻ കാലത്ത് ഈ എൻ്റെ വീടിനടുത്ത് ബാലസംഘം കുട്ടികളുടെ ഒരു ക്യാമ്പ് നടക്കുകയാണ്. അപ്പോൾ ആ ക്യാമ്പിൽ കുട്ടികളെ ഗ്രൂപ്പായി തിരിച്ചിട്ട്, നിങ്ങൾക്ക് അധ്യാപകർക്ക് അതൊക്കെ നന്നായിട്ട് അറിയാമല്ലോ, ഓരോ വിഷയം നാടകമായിട്ട് ചെയ്യാൻ വേണ്ടി കൊടുത്തിരിക്കുക. അപ്പോൾ ഒരു ഗ്രൂപ്പിന് ചന്ത, മരണം, സമരം, വിവാഹം, ഇങ്ങനെ പല ഗ്രൂപ്പായിട്ട് തിരിച്ചിരിക്കുക. അങ്ങനെ 5-6 കുട്ടികൾ കൂടി ഇരുന്ന് ആ വിഷയത്തെപ്പറ്റി ചർച്ച ചെയ്ത് ഒരു ചെറിയ സ്കിറ്റ് ഉണ്ടാക്കി അവതരിപ്പിക്കണം. അതാണ് പണി. അപ്പോൾ ഈ വിവാഹം എന്ന് പറഞ്ഞ ഗ്രൂപ്പിൻ്റെ അടുത്ത് ഞാൻ ചെന്നു. അപ്പോൾ ഞാൻ അവിടെ ചെന്നപ്പോൾ കുട്ടികൾ ഗൗരവമായിട്ട് ചർച്ച ചെയ്യുന്നത് 6ലും 7ലൊക്കെ പഠിക്കുന്ന കുട്ടികളാണ്. നമ്മളിടയിൽ ആരപ്പം നമ്പൂരിയാവുക എന്ന് ചോദിക്കും.
അപ്പോൾ എനിക്ക് ഇതിൻ്റെ അർത്ഥം മനസ്സിലായില്ല. ഞാൻ ചോദിച്ചു, എന്തിനാ കുട്ടികളെ ഈ കല്യാണത്തിന് നമ്പൂരി? കല്യാണത്തിന് വരനും വധുവൊക്കെയല്ലേ വേണ്ടത്? അല്ല പക്ഷേ താലി എടുത്ത് കൊടുക്കണ്ടേ? 6ാം ക്ലാസ്സിൽ 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന 10-12 വയസ്സുള്ള ഈ കുട്ടി, വിവാഹം എന്ന മംഗളകർമ്മം നടക്കണമെങ്കിൽ ബ്രാഹ്മണൻ്റെ സാന്നിധ്യം വേണമെന്നെങ്ങനെയാണ് പഠിച്ചത്? നിങ്ങളുടെ സിലബസിലുണ്ടോ? നിങ്ങൾ ആരെങ്കിലും നിങ്ങളുടെ വീട്ടിൽ പോലും കുട്ടികളോടത് പറഞ്ഞു കൊടുത്തിട്ടുണ്ടോ? ഇല്ല. പക്ഷേ കുട്ടി അത് പഠിച്ചിട്ടുണ്ട്. അങ്ങനെയാണ് പെടൽ എന്ന് പറഞ്ഞത്. എങ്ങനെയാണ് കുട്ടി ഈ പ്രത്യയശാസ്ത്രത്തിനകത്ത് ബ്രാഹ്മണ്യം എന്ന് പറഞ്ഞ, നേരത്തെ പറഞ്ഞ ഗോൾവാൾക്കർ പറയുന്ന റേസ് എന്ന സങ്കല്പത്തിൽ ചെന്ന് വീണത് എങ്ങനെയാണ്? ഞാനും നിങ്ങളൊക്കെ എല്ലാ ഞായറാഴ്ചയും അല്ലേ വേറെ പരിപാടി, പണ്ട് എൻ്റെ നാട്ടിലൊരു പൊതുപ്രവർത്തകൻ, ഒരു നേതാവ്, ഞങ്ങളെല്ലാവരും കൂടി ഇരിക്കുന്ന ഒരു മീറ്റിംഗ് പറഞ്ഞു, ഒരു സ്കൂളിൻ്റെ ഒരു കാര്യം നടത്താൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, അത് നമുക്ക് എന്നാ വേണ്ടിച്ച് നടത്താം, പ്രധാനപ്പെട്ട കല്യാണമൊന്നും ഇല്ല മതി. അപ്പോൾ പ്രധാനപ്പെട്ട കല്യാണമൊന്നും ഇല്ലെങ്കിൽ നടത്തേണ്ടതാണ് ഒരു സ്കൂളിലെ പൊതുപരിപാടി എന്നതിലത്തേക്ക് പ്രബുദ്ധ കേരളം എത്തിത്തുടങ്ങിയിട്ടുണ്ട്. ഇത് ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ. ഇന്ന് മാഷൻ എന്നോട് പറഞ്ഞു, പണ്ട് KSTN സമ്മേളനം എന്ന് പറഞ്ഞാൽ 8:30 നടക്കും, പിന്നെ അത് 9 ഇപ്പോൾ 10 തുടങ്ങാൻ. അപ്പോൾ ഇത് നമ്മളാരെങ്കിലും ബോധപൂർവം ശരി KSTN സമ്മേളനത്തിന് 10 മണിക്ക് പോകൂ എന്ന് തീരുമാനിച്ചിട്ടാണോ? അല്ല, പെടുന്നതാണ്. നമ്മുടെ തന്നെ ഇച്ഛാശക്തിയെ മറികടക്കും വിധം പലതരം ആശയങ്ങളും രൂപങ്ങളും നമ്മളെ ചൂഴ്ന്നു നിൽക്കുന്നുണ്ട്. അപ്പോൾ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം വിവാഹവേദിയിൽ അയാൾ കാണുന്നത്, വിവാഹം എന്ന് പറയുമ്പോൾ തന്നെ അയാൾക്കൊരു ഹിന്ദു വിവാഹം മനസ്സിലേക്ക് വരുന്നുള്ളൂ, 6 കുട്ടിയേക്കും. അതാണ് ഏറ്റവും വലിയ അത്ഭുതം. മുസ്ലിങ്ങളുടെ വിവാഹമുണ്ട്, ക്രിസ്ത്യാനികളുടെ വിവാഹമുണ്ട്, അതൊന്നും അയാൾ കണ്ടിട്ടില്ല. എന്തുകൊണ്ടാണ് അയാൾ കാണാതിരുന്നത്? ആരാ ഉത്തരവാദി? ഇങ്ങനെ നമ്മൾ പോയി കൂടുന്ന കല്യാണങ്ങളിലെല്ലാം ഇത് നടക്കുമ്പോൾ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം കല്യാണ വീട് എന്ന് പറയുന്നത് ഒരു പാഠശാലയാണ്. അല്ലാണ്ട് മലപ്പുറം ഗേൾസ് സ്കൂളിലെ 1 B ക്ലാസ് മാത്രമല്ല പാഠശാല. ഒരു കല്യാണപ്പന്തലും കുട്ടിയെ സംബന്ധിച്ചിടത്തോളം പാഠശാലയാണ്. അതുകൊണ്ട് അൽത്തൂസർ പറഞ്ഞത് മുട്ടുകുത്തിയാണ് ദൈവമുണ്ടായത് എന്ന് പറയും. അല്ലാണ്ട് ദൈവം എന്താണെന്ന് മനസ്സിലായിട്ടല്ല കുട്ടി പോയി മുട്ടുകുത്തിയത്. നമ്മളാരും ദൈവവിശ്വാസികളായത് ദൈവം എന്താണെന്ന് പഠിച്ചിട്ടല്ല. ഇങ്ങനെയൊക്കെ ചെയ്താൽ മതി, മുട്ടുകുത്തിയാൽ മതി, പ്രാർത്ഥിച്ചാൽ മതി, നോമ്പെടുത്താൽ മതി, അല്ലെങ്കിൽ പിന്നെ തീർത്ഥയാത്ര പോയാൽ മതി എന്നൊക്കെ നമ്മളെ കൊണ്ട് ചെയ്യിച്ച് പതിയെ ദൈവം നമ്മുടെ ഉള്ളിലേക്ക് കയറിയതാണ്. അതിനെയാണ് ഐഡിയോളജി എന്ന് പറയുക. അതുകൊണ്ട് പെടുക എന്ന പ്രവൃത്തി ഐഡിയോളജിക്കലാണ്, പ്രത്യയശാസ്ത്രപരമാണ്, നമ്മുടെ ബോധപൂർവമായ തിരഞ്ഞെടുപ്പിൻ്റെ ഭാഗമായി ഉണ്ടാവുന്നതല്ല എന്നർത്ഥം. അങ്ങനെ എൻ്റെ വീടിനടുത്തുള്ളൊരു കുട്ടി ബ്രാഹ്മണൻ വന്നാലേ കാര്യങ്ങളൊക്കെ നടക്കൂ എന്ന് പറയുന്നു. എന്നാൽ ഇത് ഞാൻ പറയുന്നതാണ്, എൻ്റെ നാട്ടിൽ ഞാൻ പഠിക്കുന്ന കാലത്ത് ഞങ്ങൾ നാട്ടിലെ പഴയ സഖാക്കളെയും ഒക്കെ കാണാനും ചില ചരിത്ര വസ്തുതകളൊക്കെ ശേഖരിക്കാനും വേണ്ടി നടന്ന കാലത്ത് ഞങ്ങളുടെ നാട്ടിലൊരു കാർത്തിയാനിയെടുത്തിണ്ടായി. കാർത്തിയാനിയെടുത്തൊരു കർഷക തൊഴിലാളിയായിരുന്നു. അവർ ജനാധിപത്യമേള അസോസിയേഷൻ്റെ പ്രവർത്തകയായിരുന്നു ഞങ്ങളുടെ നാട്ടിൽ. ഞാനൊക്കെ ചെറുപ്പത്തിലുള്ളപ്പോൾ, അവരിപ്പോൾ ഇല്ല, അവർ മരിച്ചുപോയി. അവർ വയ്യാതെ കിടക്കുന്ന സമയത്ത് ഞങ്ങൾ അന്നത്തെ ചെറുപ്പക്കാർ അവരെ കാണാൻ വേണ്ടി പോയി. അപ്പോൾ ഞാൻ അവർ നോക്കുമ്പോൾ അവരുടെ കഴുത്തിൽ അരിവാൾ ചുറ്റിക നക്ഷത്രത്തിലൊരു ലോക്കറ്റ് കിടക്കുന്നു. അപ്പം ഞാൻ ചോദിച്ചു, ഇതെന്താ കാർത്തിയനെടുത്ത് ഇങ്ങനെ ഒരു സംഗതി നിങ്ങൾ നെഞ്ചത്തെന്ന് ചോദിച്ചു. അപ്പോൾ എന്നോട് പറഞ്ഞോട്ടാ, ഞങ്ങളൊക്കെ കുട്ടിക്കാലത്തെ ഞങ്ങളൊക്കെ ചെറുപ്പത്തിൽ കല്യാണം കഴിക്കുമ്പം ഇന്നത്തെ മാതിരി അമ്പലത്തിൽ പോയിട്ടല്ല കല്യാണം കഴിച്ചു. പാർട്ടീൻ്റെ നേതാക്കന്മാരെ വന്ന് മാലെടുത്ത് തന്ന് അന്ന് എൻ്റെ മൂപ്പര് കെട്ടിയതത് കെട്ടി. അന്ന് എൻ്റെ മൂപ്പര് പറഞ്ഞിട്ടുണ്ട്, ഞാനൊറ്റ ആദ്യം മരിച്ചു പോയാൽ ഇതൊന്നെടുത്ത് ഒഴിവാക്കരുത്, ഇതുമ്പളെ പാർട്ടീൻ്റെ ചിഹ്നമാണ്, മരിക്കണവരെ എൻ്റെ നെഞ്ചത്ത് കിടക്കണം കേട്ടോ എന്ന് പറഞ്ഞു. മൂപ്പര് പോയിട്ട് 12 കൊല്ലമായി, ഞാൻ ഇപ്പോൾ ഊരിയില്ല, മരിക്കണവരെ എൻ്റെ നെഞ്ചത്ത് കിടക്കും. അപ്പോൾ അവിടെ നേരത്തെ ഞാൻ പറഞ്ഞു, താലി എന്തിനാ കെട്ടണമെന്ന് കെട്ടിയവർക്കും കെട്ടപ്പെട്ടവർക്കും അറിയില്ല എന്ന് ഞാൻ പറഞ്ഞു. പക്ഷേ കാർത്തികേയനിക്ക് താലി എന്നത് വേറൊരു തരത്തിലുള്ള അർത്ഥം ഉൽപ്പാദിപ്പിക്കുകയാണ്. അങ്ങനെ അർത്ഥത്തിൽ ഇടപെടുകയാണ് കാർത്തികേയനെടുത്ത് ചെയ്തത്. അർത്ഥത്തിൽ ഇടപെടുമ്പോഴാണ് നവോത്ഥാനം ഉണ്ടാവുന്നത്. അതാണ് സംസ്കാരത്തിൽ ഇടപെടുക എന്ന് പറഞ്ഞാൽ. സാംസ്കാരിക പ്രവർത്തനം എന്ന് പറഞ്ഞ് ഇവിടെ ഡാൻസ് കിടക്കുക, അവിടെ ഇങ്ങനെ ഇരുന്ന് കാണുകയാണെങ്കിൽ അതിനെ സാംസ്കാരിക പ്രവർത്തനം എന്ന് പറയാൻ പറ്റില്ല. സാംസ്കാരിക പ്രവർത്തനം എന്ന് പറഞ്ഞാൽ സംസ്കാരത്തിൽ ഇടപെടലാണ്. അതുകൊണ്ട്
പൊയ്കയിലപ്പച്ചനും അയ്യങ്കാളിയും നാരായണ ഗുരുവും മാത്രമല്ല, എൻ്റെ നാട്ടിലെ കാർത്യായനിയടുത്തി കൂടി ഇടപെട്ടതാണ് കേരളത്തിൻ്റെ നവോത്ഥാനം എന്ന് പറയുന്നത്. അതുകൊണ്ട് നമ്പൂതിരി വന്ന് താലിയെടുത്തു കൊടുത്താലേ കല്യാണം നടക്കൂ എന്ന് എൻ്റെ നാട്ടിലെ കഴിഞ്ഞ തലമുറയിലെ സ്ത്രീകളും പുരുഷന്മാരിലെ ബഹുഭൂരിപക്ഷ ആളുകൾക്കും തോന്നിയിരുന്നില്ല. ഇന്നത് തോന്നുന്നു. അതിനെ നിഷ്കളങ്കമായ ഒരു വിശ്വാസത്തിൻ്റെ ഭാഗമായി നമ്മളങ്ങ് പറഞ്ഞു വിട്ടു. നമ്മുടെ കുട്ടികളുടെ ലോകത്ത് ഒരു കാർത്യായനിയടുത്തില്ല. നമ്മുടെ കുട്ടികളുടെ ലോകത്ത് അരുവിപ്പുറത്ത് പ്രതിഷ്ഠ നടത്തിയ, ബ്രാഹ്മണ്യത്തെ വെല്ലുവിളിച്ചുകൊണ്ട് ഒരു പ്രതിഷ്ഠ നടത്തിയ ശ്രീനാരായണ ഗുരു ഇല്ല. വില്ലുവണ്ടിയിൽ യാത്ര ചെയ്ത അയ്യങ്കാളിയില്ല. അപ്പനില്ലാത്തവർക്ക് ഞാൻ അപ്പൻ എന്ന് പറഞ്ഞ പൊയ്കയിലപ്പച്ചനില്ല. സ്വയം പ്രവാചക വേഷത്തിൽ പ്രത്യക്ഷപ്പെട്ട അന്ന് വാസ്തവത്തിൽ അവരെന്താ ചെയ്തത്? സനാതനധർമ്മത്തിനെതിരെ, ബ്രാഹ്മണ്യത്തിനെതിരെ, ഈ കരണത്തിനെതിരെ ഏജൻസിയോടുകൂടി ഈ കാവ്യവൽക്കരണത്തിന് പകരം മതനിരപേക്ഷവൽക്കരണത്തിൻ്റെ, ജാതിവിരുദ്ധവൽക്കരണത്തിൻ്റെ വക്താക്കളായിരുന്നു. അന്ന് വൽക്കരണത്തിൻ്റെ വക്താക്കളൊക്കെ ഇന്ന് പെടുന്നതിൻ്റെ ആൾക്കാരായി മാറി. ഏജൻസി നഷ്ടപ്പെട്ടു. അങ്ങനെ സംസ്കാരത്തിലെ ഏജൻസി നഷ്ടപ്പെട്ട മനുഷ്യരാണ് കാവ്യവൽക്കരണത്തിന് നിരന്തരം വിധേയമായിക്കൊണ്ടിരിക്കുന്നത് എന്നാണ് ഞാൻ പറഞ്ഞത്. അങ്ങനെ വന്നപ്പോഴാണ് അടുത്ത ജന്മത്തിൽ എന്നെ ബ്രാഹ്മണനാക്കണേ എന്ന് പ്രാർത്ഥിച്ച ഒരാൾ കേരളത്തിൻ്റെ സാംസ്കാരിക തലസ്ഥാനത്ത് നിന്ന് 1,00,000 വോട്ടിന് ജയിച്ചത്. പെടുന്നവരുടെ എണ്ണം കൂടുന്നത് കൊണ്ടാണ് എന്നർത്ഥം. അതാ അങ്ങനെ പ്രത്യയശാസ്ത്രപരമായ ഹിന്ദുത്വത്തിൻ്റെ പടുകുഴിയിലേക്ക്, ഗോൾവാൾക്കർ പറഞ്ഞ റേസിസത്തിൻ്റെ, വംശീയതയുടെ പടുകുഴിയിലേക്ക് അനുദിനം നാം പിടഞ്ഞു വീണുകൊണ്ടിരിക്കുന്നൊരു സമൂഹമായി കേരളം മാറുന്നു എന്നത് നമ്മെ ഭയപ്പെടുത്തുന്ന ഒരു കാര്യമാണ് എന്നാണ് ഞാൻ സൂചിപ്പിച്ചത്. ഇനി ഒരു 10 മിനിറ്റും കൂടി, എന്നോട് 1 മണിക്കൂറാണ് വിനുമാഷ് സംസാരിക്കാൻ പറഞ്ഞത്, 10 മിനിറ്റും കൂടി ഉള്ളൂ. ഈ സന്ദർഭത്തിൽ വിദ്യാഭ്യാസം എന്നാൽ എന്ത് എന്ന ചോദ്യവും കൂടി പ്രധാനമാണ് എന്ന് ഞാൻ വിചാരിക്കുന്നു. കഴിഞ്ഞ കുറേ കാലമായി കേരളത്തിലെ സ്കൂൾ അധ്യാപകർക്ക് മുഴുവൻ അറിയാവുന്നൊരു വാക്കാണ് ക്രിട്ടിക്കൽ പെഡഗോജി എന്ന് പറയുന്നത്, വിമർശനാത്മക ബോധനശാസ്ത്രം എന്നത്. അത് പൗലോ ഫ്രയറെ പോലെ, വൈഗോട്സ്കിയെ പോലെ പലരും അവതരിപ്പിച്ചൊരാശയമാണ് എന്നും നിങ്ങൾക്കറിയാം. അതൊന്നും ഞാൻ വിശദീകരിക്കേണ്ടതില്ല. എന്താണ് ക്രിട്ടിക്കൽ പെഡഗോജി എന്ന് പറഞ്ഞാൽ? ക്രിട്ടിക്കൽ പെഡഗോജി എന്ന് പറഞ്ഞാൽ ഈ പെടുന്ന ആൾക്കാരെ കരണത്തിൻ്റെ ആൾക്കാരാക്കി മാറ്റുന്ന പ്രവൃത്തിയുടെ പേരാണ് ക്രിട്ടിക്കൽ പെഡഗോജി അഥവാ വിമർശനാത്മക ബോധനശാസ്ത്രം എന്ന് പറയുന്നത്. അതാ. അപ്പോൾ ഈ കുഴി പോയി വീഴുന്നതിന് മുമ്പൊന്ന് ആലോചിക്കുക. താൻ ചെയ്യുന്ന ഓരോ പ്രവൃത്തിയിലും ചോദ്യം ചെയ്യുക. ഞാനിത് ചെയ്യേണ്ടതുണ്ടോ എന്ന് ചോദിക്കുക. അങ്ങനെ ചോദിച്ച് സ്വയം തീരുമാനമെടുക്കാൻ ശേഷിയുള്ള ഏജൻറ്റുകളാക്കി കുട്ടികളെ മാറ്റുന്ന പ്രക്രിയയാണ് ക്രിട്ടിക്കൽ പെഡഗോജി എന്ന് പറഞ്ഞത്. അതാ. പക്ഷേ അതങ്ങനെയൊക്കെയാണോ നടക്കുന്നത്? ഇപ്പം കഴിഞ്ഞ ദിവസം, ഇത് മലപ്പുറം ജില്ല ആയതുകൊണ്ട് ഇവിടുന്ന് പറയല്ലോ, കോഴിക്കോട് ജില്ലയിലെ വിദ്യാരംഗം കലാവേദിയുടെ ഏതാനും അധ്യാപകർ കോഴിക്കോടൊരു സ്കൂളിൽ ഒത്തുകൂടി. അപ്പോൾ എന്നോട് കടങ്കഥയെക്കുറിച്ച് ക്ലാസ് എടുക്കാൻ പറഞ്ഞു. ഇപ്പം ഹിന്ദുത്വത്തെ പറ്റിയൊക്കെ ഇങ്ങനെ ക്ലാസ് എടുത്ത് ഞാൻ പോയി കടങ്കഥയെ പറ്റി ക്ലാസ് എടുക്കാനുള്ള കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഒറ്റ കാരണമേ ഉള്ളൂ. അതിലാണ് ഞാൻ എൻ്റെ PhD ചെയ്തത്. എൻ്റെ ഗവേഷണ പ്രബന്ധം കടങ്കഥകളെ പറ്റിയാണ്. അതേതോ ഒരു മാഷ് കണ്ടുപിടിച്ചിട്ടുണ്ട്. അപ്പോൾ ബിജു കാവിൽ എന്ന് പറയുന്നൊരു അധ്യാപകൻ, അദ്ദേഹം ഇങ്ങനെയൊരു സംഗതിയിലാണ് എൻ്റെ PhD എന്ന് മനസ്സിലാക്കിയിട്ടാവാം അദ്ദേഹം ഈ പറഞ്ഞ എന്നെ ഇങ്ങനൊരു ക്ലാസ് എടുക്കാം, വിദ്യാരംഗം കലാവേദിയിൽ ഒരു ക്ലാസ് എടുക്കാൻ വിളിച്ചു. എൻ്റെ PhD ഞാൻ മുഴുവനാക്കിയിട്ട് 21 കൊല്ലം കഴിഞ്ഞു. ആദ്യമായിട്ടാണ് ഈ തരം വിഷയങ്ങളൊക്കെ നമ്മളെപ്പോഴും സംസാരിക്കണം. കടങ്കഥേനെ പറ്റി സംസാരിക്കാൻ എനിക്കൊരു അവസരം കിട്ടിയത് അന്നാണ്. അപ്പോൾ എന്നെ എന്തിനാണ് ഈ കടങ്കഥയെ പറ്റി ഇങ്ങനെ നമ്മളൊരു ക്ലാസ് എടുക്കണമെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, ഈ കടങ്കഥാ മത്സരം പൊതുവേ സ്കൂളിലൊക്കെ നടക്കുന്നുണ്ട്, സബ് ജില്ലാ തലത്തിലൊക്കെ നടക്കുന്നുണ്ടെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഏതായാലും അതിനെ സംബന്ധിച്ചൊരു കാഴ്ചപ്പാട് അധ്യാപകർക്ക് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ടാണ് മാഷെ ക്ലാസ് എന്ന് പറഞ്ഞു. അപ്പോൾ സ്വാഗതം പറഞ്ഞപ്പോൾ ഈ ബിജുമാഷ് പറഞ്ഞു 1-2 കാര്യങ്ങൾ എനിക്ക് വലിയ കൗതുകം ഉണ്ടാക്കി. അദ്ദേഹം പറഞ്ഞത്, ഇപ്പോൾ കടങ്കഥാ മത്സരം നടക്കുമ്പോൾ കുട്ടികളൊക്കെ ഈ റെയിൽവേ സ്റ്റേഷനിലും ഒക്കെ വിൽക്കുന്ന കടങ്കഥകൾ, അല്ലെങ്കിൽ കുഞ്ഞുണ്ണി മാഷ് പ്രസിദ്ധീകരിച്ച കടങ്കഥ എന്നുള്ള പുസ്തകം, ഇതൊക്കെ ഇങ്ങനെ കാണാപ്പാഠം പഠിക്കും. അങ്ങനെ പിന്നെ രഹസ്യമായിട്ട് ചില ആൾക്കാർക്ക് ചില കടങ്കഥ അവിടെ നിന്ന് ഇവിടെ കിട്ടും. അതൊക്കെ രഹസ്യമായിട്ട് കൊണ്ടുനടക്കും. അതൊന്നും പിന്നെ അപ്പം ചില സ്കൂളിലെ മാഷന്മാർ ഫസ്റ്റ് കിട്ടിയ ആൾക്കാരോട് ചോദിക്കും, നിങ്ങളെ കയ്യിലുള്ള കടങ്കഥ ഒന്ന് തരുമോ എന്ന് ചോദിക്കുമ്പോൾ ഇവർ കൊടുക്കില്ല.
കാരണം അത് രഹസ്യമായി കൊണ്ടുനടക്കാനുള്ളതാണ് കടങ്കഥ എന്നാണ് അവർ വിചാരിക്കുന്നത്. വാസ്തവത്തിൽ വാമൊഴിയുടെ ഒരു സവിശേഷത തന്നെ വാമൊഴി പങ്കുവെക്കാനുള്ളതാണ് എന്നാണ്. വാമൊഴി ഒരിക്കലും, വാമൊഴി എന്ന് പറഞ്ഞാൽ നമ്മളെ ഈ പരിഷ്കൃത സമൂഹം ഉണ്ടാവുന്നതിന് മുമ്പുള്ള പഴയ സമൂഹമാണല്ലോ. അവരുടെ ഏറ്റവും വലിയ വിശ്വാസം കഥയായാലും പാട്ടായാലും പഴമൊഴിയായാലും കടങ്കഥകളായാലും എന്തായാലും അതൊക്കെ പങ്കുവെക്കാനുള്ളതാണ്. ടു ബി ഷെയർഡ് എന്നാണ് അവരുടെ ഒരു സങ്കല്പം. അതിനെക്കുറിച്ച് വളരെ പ്രസിദ്ധമായ ഒരു കഥ എ കെ രാമാനുജൻ്റേതായിട്ടുണ്ട്. കഥ എന്താണെന്ന് ചോദിച്ചാൽ, കഥയെ പറ്റിയുള്ളൊരു കഥയാണ്. ഒരു വീട്ടിലൊരു സ്ത്രീ ഉണ്ടായിരുന്നു. ആ സ്ത്രീയുടെ ഭർത്താവ് ഒരു കച്ചവടക്കാരനായിരുന്നു. അയാൾ എല്ലാ ദിവസവും നേരം വൈകിയാണ് വീട്ടിൽ വരിക. അയാൾ വരുമ്പോഴേക്കും മിക്കവാറും ഈ സ്ത്രീ ഉറങ്ങിയിട്ടുണ്ടാവും. അയാൾ വന്നിട്ടാണ് വിളക്കണയ്ക്കുക. നാടോടി കഥയാട്ടോ. അപ്പോൾ വിളക്കണച്ച് കഴിഞ്ഞാൽ ആ നാട്ടിലെ ഒരു സമ്പ്രദായം അനുസരിച്ച് വിളക്കിൻ്റെ തിരി അടുത്തുള്ളൊരു അമ്പലത്തിലെ വലിയൊരു വിളക്കുണ്ട്, അവിടെ പോയിരിക്കും. അങ്ങനെ എല്ലാ വീട്ടിലെ തിരിയും ആ വിളക്കിൽ വന്നിരുന്ന് ഓരോരോ വീട്ടിലെ വിശേഷങ്ങൾ ഇങ്ങനെ പറയും. ഇതാണ് ആ നാട്ടിലൊരു സമ്പ്രദായം. അങ്ങനെ ഇരിക്കെ ഈ സ്ത്രീ ഒരു നാടോടി കഥ കേട്ടു, ഒരു നാടൻ പാട്ട് കേട്ടു. അവരത് ആരോടും പറഞ്ഞില്ല, ആർക്കും പാടിക്കൊടുത്തതുമില്ല. അങ്ങനെ കുറേ ദിവസം കഴിഞ്ഞപ്പോൾ ഈ പാട്ടിനും കഥയ്ക്കും ഇവരുടെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് പോകാൻ പറ്റുന്നില്ല. അപ്പോൾ ഇവർ ഭർത്താവ് വരാൻ വൈകുന്നുള്ളതുകൊണ്ട് കിടന്നുറങ്ങുമ്പോൾ എല്ലാ ദിവസവും ഈ പാട്ടും കഥ ഇവരുടെ വയറ്റിൽ നിന്ന് സംസാരിക്കും. ഈ എന്തൊരു സ്ത്രീയാണിത്, നമ്മളിന്ന് പറഞ്ഞു വിട്ടൂടെ, എത്ര കാലത്ത് നമ്മൾ സഹിക്കുക, ഇങ്ങനെ പോയാൽ പറ്റില്ല, നമുക്കിതിന് എന്തെങ്കിലും ഒരു പോംവഴി കണ്ടുപിടിക്കണം എന്ന് മിക്കവാറും എല്ലാ ദിവസവും ഇവർ സംസാരിക്കും. ഇതൊക്കെ ഈ തിരി കേൾക്കും, വിളക്കിൻ്റെ തിരി. അങ്ങനെ ഒരു ദിവസം ഈ പാട്ട് കഥേനോട് പറഞ്ഞു, ഒരു കാര്യം ചെയ്യാം, ഇനിയും നമുക്ക് ഇവിടെ ഇങ്ങനെ കാത്തു നിന്നിട്ട് കാര്യമില്ല, ഇവരിത് ആരോടും പറയും തോന്നുന്നില്ല. അപ്പോൾ നീ പാട്ടിനോട് കഥ പറഞ്ഞു, നീ ഒരു കാര്യം ചെയ്യും, ഉറങ്ങുമ്പോൾ അവരുടെ വായൻ്റെ ഉള്ളിൽ കൂടി പുറത്ത് കടന്ന് ഒരു കോട്ടായിട്ട്, ധരിക്കണ കോട്ടുണ്ടല്ലോ, ഒരു കോട്ടായിട്ട് ആ ചുമരിൻ്റെ മുകളിൽ തൂങ്ങിക്കിടക്കും. ഞാൻ കഥ മൂക്കിൻ്റെ ഉള്ളിൽ കൂടി പുറത്തിറങ്ങിയിട്ട് ഒരു ജോഡി ഷൂസായിട്ട് ആ പടിക്ക് പോയിരിക്കാം. ഇവരെ ഭർത്താവ് വരുമല്ലോ, നോക്കാൻ നമുക്ക് എന്തുണ്ടാവുക. അങ്ങനെ ഈ പാട്ടും കഥയും പറഞ്ഞ പോലെ ചെയ്തു. പാട്ട് കോട്ടായിട്ട് ചുമരിൻ്റെ മുകളിലും ഷൂ ഈ പറഞ്ഞ പോലെ വാതിക്കലും പോയിരുന്നു. ഭർത്താവ് വന്നു. അപ്പോൾ ഭാര്യ ഉറങ്ങുന്നുണ്ട്, പക്ഷേ കോട്ടും ഷൂ ഒക്കെ കാണാനുണ്ട്. അവരെ വിളിച്ചോണ്ട് ആരാടി ഇവിടെ വന്നത്, ഞാനില്ലാത്തപ്പോൾ എന്താ എനിക്ക് പരിപാടി എന്നൊക്കെ ചോദിച്ചു. ഭയങ്കര ക്ഷുഭിതനായി. ഇവർക്കൊന്നും അറിയില്ല. ഇവർ പറഞ്ഞു എനിക്കൊന്നും അറിയില്ല എന്നൊക്കെ അവർ പറഞ്ഞു. പിന്നെ ഇതെന്താണെന്നൊക്കെ ചോദിച്ചു. അതൊന്നും എനിക്കറിയില്ല എന്ന് പറഞ്ഞു. നിന്നെ ഒന്നും വിശ്വസിക്കാൻ പറ്റില്ല, ഞാൻ പോവാമെന്നും പറഞ്ഞ് അയാൾ വായും കിടക്കൊക്കെ എടുത്തിട്ട് അമ്പലത്തിലേക്ക് പോയി. അയാൾ പോയി കഴിഞ്ഞപ്പോൾ ഇവർ വിളക്കണച്ച് കിടക്കുകയും ചെയ്തു. അപ്പോൾ തിരി അമ്പലത്തിലെത്തി. ഇയാൾ അമ്പലത്തിൽ കിടക്കൊക്കെ വിരിച്ച് ആകെ അസ്വസ്ഥനായി കിടക്കുമ്പോൾ ഈ തിരി അന്ന് വളരെ വൈകിട്ടായി, ഈ ലഹളയൊക്കെ കഴിഞ്ഞിട്ടാണല്ലോ വരുന്നത്. അപ്പോൾ മറ്റൊരു ചോദിച്ചു, നീ എന്നെന്തത്ര വൈകിയത്? അപ്പോൾ ഈ തിരി മറ്റ് തിരികളോട് ഒന്നും പറയണ്ട, എൻ്റെ വീട്ടിൽ ഇങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ ഉണ്ടായി, അങ്ങനെ ആ സ്ത്രീയും ഈ പുരുഷനും തമ്മിൽ തെറ്റി, അതാണ് ഇത്രയും നേരം വൈകിയതെന്ന്. അപ്പോൾ ഈ പറയണ കഥയൊക്കെ ഇയാൾ കേട്ടു. അപ്പോൾ ഇയാൾക്ക് മനസ്സിലായി തൻ്റെ ഭാര്യ നിരപരാധിയാണെന്നും പാട്ടും കഥയും പറ്റിച്ചതാണിതെന്നും മനസ്സിലായി. അയാൾ തിരികെ വീട്ടിൽ ചെന്നു. ഭാര്യനെ വിളിച്ചുണർത്തി ചോദിച്ചു, നിനക്കൊരു നാടോടി കഥ അറിയോ, നാടൻ പാട്ട് അറിയോ എന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, അപ്പോൾ ഇതൊക്കെ ഉള്ളിന്ന് പോയതുകൊണ്ട് അവർക്കൊന്നും ഓർമ്മയില്ല, എനിക്കൊന്നും ഓർമ്മയില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഭർത്താവ് പറയാണ്, ഒരു നാടോടി കഥ കേട്ടാൽ അത് മറ്റൊരാളോട് പറയണം, ഒരു നാടൻ പാട്ട് കേട്ടാൽ അത് മറ്റൊരാൾക്ക് പാടിക്കൊടുക്കണം, അതാണ്, അല്ലെങ്കിൽ കുടുംബകലഹം ഉണ്ടാവും എന്നാണ് ആ കഥയുടെ സാരമെന്ന് എ കെ രാമാനുജൻ അദ്ദേഹത്തിൻ്റെ ഒരു നാടോടി കഥകളുടെ സമാഹാരത്തിൽ സൂചിപ്പിക്കുന്നുണ്ട്. ഞാനിത് പറഞ്ഞത് ഇപ്പോൾ ഇത്രയും ആൾക്കാർ നിങ്ങൾ ഈ കഥ കേട്ടാൽ തീർച്ചയായിട്ടും ഇന്ന് വൈകുന്നേരം ആകുമ്പോഴേക്ക് ഈ കഥ ആരോടെങ്കിലും പറയണം, ഇല്ലെങ്കിൽ വീട്ടിൽ കുടുംബകലഹം ഉണ്ടാവും. അപ്പോൾ ഇതിൻ്റെ സന്ദേശം വളരെ പ്രധാനമാണ്. വാമൊഴി ഷെയർ ചെയ്യാനുള്ളതാണ്. പക്ഷേ ഇന്ന് മത്സരത്തിൻ്റെ ലോകം വന്നപ്പോൾ കടങ്കഥ ഷെയർ ചെയ്യാനുള്ളതല്ല, സ്വകാര്യമാക്കി വെക്കാനുള്ളതും കുട്ടിക്ക് A+ കിട്ടാനും സ്കൂളിന് മെഡൽ കിട്ടാനുള്ളതാണ് എന്ന് വരുന്നതോടെ വാസ്തവത്തിൽ നഷ്ടപ്പെടുന്നത് എന്താണ്? നഷ്ടപ്പെടുന്നത് ക്രിട്ടിക്കൽ പെഡഗോജിയാണ്. അപ്പം ഞാൻ അവരോട് പറഞ്ഞു, അധ്യാപകരോട് പറഞ്ഞു, നിങ്ങളിങ്ങനെ പഴയ കടങ്കഥ കാണാപ്പാടം പഠിക്കുകയല്ല വേണ്ടത്, കടങ്കഥയുടെ ഘടന എന്താണെന്ന് കുട്ടീനെ പഠിപ്പിക്കണം. അതിന് വളരെ വ്യക്തമായ ഒരു ഘടനയുണ്ട്, ആ സങ്കേതം കുട്ടിയെ പഠിപ്പിക്കണം.
എന്നിട്ട് കുട്ടിക്ക് പരിചയമുള്ള വസ്തുക്കളെക്കുറിച്ച് ആ ടെക്നിക്ക് ഉപയോഗിച്ച് കടങ്കഥ ഉണ്ടാക്കാൻ പറയണം. ഇന്നത്തെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിന് കടങ്കഥ ഉണ്ടാക്കാൻ പറ്റും. അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഒരു കാര്യം ചെയ്യുന്നത് എങ്ങനെയാണ്? ഭാഷയുടെ ഘടനയെ യാന്ത്രികമായി പുനരുൽപ്പാദിപ്പിക്കുന്നു എന്നതാണ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്. ഭാഷയുടെ ഘടന വളരെ വ്യക്തമായി കാണുന്ന ഒന്നാണ് കടങ്കഥ. അതാണ് ഇലയില്ലാ മരത്തിൽ നിന്ന് പൂ കൊഴിയുന്നു എന്ന് പറഞ്ഞാൽ കാരണമില്ലാതെ കാര്യം നടക്കുന്നു എന്നതാണ് ആ കടങ്കഥയുടെ സ്ട്രക്ചർ. ചെരവയാണ് ഉത്തരം. അതാ. അപ്പോൾ ഈ സ്ട്രക്ചറിൽ നിന്ന് നിങ്ങൾക്ക് കാര്യം ഇല്ല, കാരണമുണ്ട്, ചിലതിൽ കാരണമുണ്ട്, കാര്യമില്ല. ഇങ്ങനെ നിങ്ങൾ അനലൈസ് ചെയ്താൽ ഓരോ കടങ്കഥയുടെയും സ്ട്രക്ചർ എന്താണെന്ന് മനസ്സിലാവും. അത് കുട്ടിയെ പഠിപ്പിച്ച് കുട്ടിയോട് അന്വേഷിച്ച് കണ്ടെത്താൻ പറയുന്നതാണ് ക്രിട്ടിക്കൽ പെഡഗോജി. അങ്ങനെ വരുമ്പോൾ കുട്ടി തൻ്റെ വീട്ടിൽ പോയി കാരണവന്മാരോട് ചോദിക്കും, തൻ്റെ ചുറ്റുമുള്ള വസ്തുക്കളിലേക്ക് ചോദിക്കും. ലുലു മാളിൽ പോയിട്ട് വെറുതെ ഇങ്ങനെ നോക്കണതിന് പകരം ഓരോ വസ്തുവിൻ്റെയും പ്രത്യേകത വെച്ചൊരു കടങ്കഥ ഉണ്ടാക്കാൻ പറ്റുമോ നോക്കും. അങ്ങനെയാണ് കുട്ടിയെ ക്രിട്ടിക്കലാക്കി മാറ്റുക. അല്ലാതെ കാണാപ്പാഠം പഠിപ്പിച്ചുകൊണ്ടുള്ള ഏർപ്പാടിനല്ല ക്രിട്ടിക്കൽ എന്ന് പറയുന്നത്. ഈ കാണാപ്പാഠം പഠിക്കുകയും കൂടുതൽ മാർക്ക് വാങ്ങുകയും ചെയ്യുന്നതാണ് മെറിറ്റ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ക്രിട്ടിക്കൽ പെഡഗോജി എന്ന ഒരു അധരവ്യായാമം കൊണ്ട് പ്രത്യേകിച്ച് യാതൊരു പ്രയോജനവുമില്ല. ഇന്നത്തെ പത്രത്തിലും കോട്ടയിൽ ഒരു വിദ്യാർത്ഥി ആത്മഹത്യ ചെയ്തിട്ടുണ്ട്. രാജസ്ഥാനിലെ എൻട്രൻസ് കോച്ചിങ്ങിൻ്റെ വലിയൊരു കേന്ദ്രമാണ് കോട്ട എന്ന സ്ഥലം. ഞാൻ ഈ പറഞ്ഞ ഈ സ്മാർട്ട് ആൻഡ് ദ ഡംബ് എന്ന പുസ്തകത്തിൽ ഒരു ചാപ്റ്റർ കോട്ടയിലെ എൻട്രൻസ് കോച്ചിങ്ങിനെ പറ്റിയാണ്. ആ എൻട്രൻസ് കോച്ചിങ്ങിലെ അതിലേറ്റവും പ്രധാനപ്പെട്ട മുദ്രാവാക്യം തന്നെ കോമ്പറ്റീഷനാണ്, മത്സരം. അവിടുത്തെ മത്സരം എന്ന് പറഞ്ഞാൽ കുട്ടികൾ വന്ന് ചേർന്ന് കഴിഞ്ഞാൽ തന്നെ അവർ 2 ഗ്രൂപ്പാക്കും. ഒരു സ്റ്റാർ ബാച്ചും ഒരു നോർമൽ ബാച്ചും. സ്റ്റാർ ബാച്ചിൽ 10 കുട്ടികളും നോർമൽ ബാച്ചിൽ 120 കുട്ടികളും. ഈ സ്റ്റാർ ബാച്ചിലുള്ള കുട്ടികൾക്ക് ഭയങ്കര സൗകര്യമാണ്. അവർക്ക് താമസിക്കാൻ AC റൂം, ഭക്ഷണം, സ്വിമ്മിംഗ് പൂളിലുള്ള ഹോസ്റ്റൽ, ഇതൊക്കെ കിട്ടും. നോർമൽ ബാച്ചിലുള്ള ആൾക്കാർക്കൊക്കെ പുറത്തൊക്കെ എവിടെയെങ്കിലും പോയിട്ട് വലിയ പൈസ കൊടുത്ത് അമ്മേനെയൊക്കെ കൂട്ടി പോയി താമസിച്ചിട്ട് വേണം പഠിക്കാൻ. ഇടയ്ക്കിടയ്ക്ക് പരീക്ഷ നടത്തും. സ്റ്റാർ ബാച്ചിലുള്ളവർ ഇടയ്ക്കിടയ്ക്ക് അവിടുന്ന് പുറത്താവും. അങ്ങനെ സ്റ്റാർ ബാച്ചിൽ തന്നെ നിൽക്കണമെങ്കിൽ നിങ്ങൾ ഊണും ഉറക്കും ഒന്നുമില്ലാതെ ഇവർ പറയുന്നത് പഠിച്ചുകൊണ്ടേയിരിക്കണം. ആ സ്ട്രെസ്സ് സഹിക്കാൻ വയ്യാതെ കഴിഞ്ഞ വർഷം 17 കുട്ടികൾ ആത്മഹത്യ ചെയ്തു. ഈ വർഷം 5 ആളായി. ജനുവരി കഴിഞ്ഞുള്ളൂ, 5 ആൾ ആത്മഹത്യ ചെയ്തു. ഇനി എത്ര ആളാണ് രാജസ്ഥാനിൽ ആത്മഹത്യ ചെയ്യാൻ പോകണമെന്ന് അറിയില്ല. ഇതാണ് നമ്മുടെ ക്രിട്ടിക്കൽ പെഡഗോജി അവസാനം ചെന്നെത്തുന്ന സ്ഥലം. കോട്ടയും ആത്മഹത്യയുമാണ് അവിടെ. അപ്പോൾ ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. മൗലികമായി നമ്മുടെ വിദ്യാഭ്യാസത്തിനകത്ത് വിമർശനാത്മകമായി നമ്മൾ വിഭാവനം ചെയ്തതുപോലെയുള്ളൊരു വിമർശനാത്മക വിദ്യാഭ്യാസം രൂപപ്പെട്ടു വന്നില്ലെങ്കിൽ ഈ കാവ്യവൽക്കരണം എന്ന് പറയുന്നത് അനായാസം നടത്താൻ പറ്റും എന്നതാണ്. അതിലെങ്ങനെയാണ് ചരിത്ര പുസ്തകം തിരുത്തി എഴുതുന്നതെന്നും വിശാൽ വിശ്വനാഥ് ആ പുസ്തകത്തിൽ സൂചിപ്പിക്കുന്നുണ്ട്. അദ്ദേഹത്തോട് ഒരു പ്രൈവറ്റ് സ്കൂളുകാർ അവരുപയോഗിക്കുന്ന ഹിസ്റ്ററി പുസ്തകം ഒന്ന് എഡിറ്റ് ചെയ്ത് കൊടുക്കാൻ ആവശ്യപ്പെടുകയും ഇയാൾ സ്വാതന്ത്ര്യത്തിന് മുമ്പ് സ്വാതന്ത്ര്യത്തിന് ശേഷം നെഹ്റു എന്നൊക്കെ എഴുതിയപ്പം ഇതൊന്നും എഴുതാനാണെങ്കിൽ നിങ്ങളുടെ ആവശ്യമില്ല, നിങ്ങൾക്ക് അങ്ങനെ വല്ല രാഷ്ട്രീയ താല്പര്യങ്ങളുണ്ടെങ്കിൽ അത് വീട്ടിൽ വെച്ചാൽ മതി എന്നാണ് സ്കൂളിൻ്റെ പ്രിൻസിപ്പൽ അയാളോട് പറഞ്ഞത്. എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിലുള്ള ഇന്ത്യയുടെ ചരിത്രം എഴുതുന്നത് ഇടതുപക്ഷത്തിൻ്റെ കാര്യമാണ് എന്നും ഈ പറഞ്ഞ പോലെ പാരമ്പര്യത്തിലും നമ്മുടെ സംസ്കാരത്തിലൊക്കെ ആവേശവും അഭിനിവേശവും അഭിമാനവും ഉണ്ടാക്കലാണ് ചരിത്ര പുസ്തകത്തിൻ്റെ ലക്ഷ്യമെന്നും ഇന്ന് NCERT ഉൾപ്പെടെയുള്ള വലിയ സ്ഥാപനങ്ങളൊക്കെ തീരുമാനിച്ചു കഴിഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട സമരമേഖല വിദ്യാഭ്യാസമാണ്. അതാ ഒരു കാലത്തത് കാർഷിക മേഖലയും വ്യാവസായിക മേഖലയുമാണെങ്കിൽ ഇന്ന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സമരമേഖലയാണ് വിദ്യാഭ്യാസം എന്ന് പറയുന്നത്. ആ സമരം നയിക്കേണ്ടവരാണ് ഇവിടെ ഇരിക്കുന്നത്. നമ്മളെല്ലാം ചേർന്ന് നയിക്കേണ്ട ഒരു സമരമാണത്. ആ സമരം നയിക്കാനുള്ള കരുത്ത് നമുക്കെത്രയുണ്ട് എന്നതാണ് ഈ സമ്മേളനത്തിൻ്റെ ഭാഗമായി നാം സ്വയം വിലയിരുത്തേണ്ടത്. അത് സംഘടനാപരമായി മാത്രമല്ല വ്യക്തിപരമായും നാം അത് വിലയിരുത്തേണ്ടതാണ്. അധ്യാപകൻ്റെ അധ്യാപികയുടെ ഏറ്റവും പ്രധാനപ്പെട്ട സമരമണ്ഡലം ക്ലാസ് മുറിയാണ്
എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ഇങ്ങനെ ഒരു അവസരം തന്നതിന് നന്ദി രേഖപ്പെടുത്തി അവസാനിപ്പിക്കട്ടെ. നമസ്കാരം.